റെഡി അല്ലേ? വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട് സജീർ. നമ്മളെ കൂടെ ഉള്ള സജീറാണ്. മ്യൂസിക് ഡയറക്ടർ എന്നാണോ പറയേണ്ടത്? അല്ല, ഞാൻ എല്ലാം ചെയ്യലുണ്ട്. പ്രോഗ്രാമറാണ്, സൗണ്ട് എഞ്ചിനീയറാണ്, മ്യൂസിക് കമ്പോസ് ചെയ്യും, എല്ലാം ചെയ്യും. വീഡിയോ പരമായിട്ട് എഡിറ്റിംഗും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഓൾറൗണ്ടർ ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാം ചെയ്ത് നോക്കണല്ലോ, എല്ലാം പഠിക്കണ്ട. പിന്നല്ല വൈ ദ ഹെൽ നീ എന്നോട് ഫസ്റ്റ് ചോദിക്കാനുള്ളത്, ഇപ്പം ഞാനൊക്കെ ടൂറ് പോകുമ്പോഴേ, ഞാൻ എല്ലായിടത്തേക്കും ലൈക്ക് ഒരു 10 ദിവസം 14 ദിവസത്തിനൊക്കെ പോകും. അപ്പോൾ ഞാൻ ടൂറിസ്റ്റായിട്ടാണ് പോയി വരുന്നത്. പക്ഷെ ഞാൻ കണ്ടില്ലേ, എന്താ പറയുക, നീ പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും 2-3 വർഷം നിന്നിട്ടുണ്ട്. ഉണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ട്രാവൽ ചെയ്തല്ല, അവിടെ താമസിച്ചിട്ടുണ്ട്. അതെ, ഇന്ത്യയിൽ പല സ്ഥലത്തും ജസ്റ്റ് എന്താണ്, അതായത് ഇപ്പോൾ ഒരു 10-14 ദിവസം നിന്നാൽ നമ്മൾ ടൂറിസ്റ്റായി, 1-2 മാസം നിന്നാൽ നമ്മളവിടെ ആൾക്കാരായിട്ടൊക്കെ പരിചയമായി, ഒരു 1-2 വർഷം നിന്നാൽ നമ്മൾ പിന്നെ അവിടുത്തെ ഒരാളായി. അങ്ങനെ ഞാൻ അതായത് മറ്റേത് കോയമ്പത്തൂര് നിന്നിട്ടുണ്ട്, അത് അവിടുത്തെ കൾച്ചർ പഠിച്ചു ഡിഗ്രി ടൈമിൽ. പിന്നുള്ളത് ചെന്നൈ, അവിടെയും കാര്യങ്ങൾ വേറെ ടൈപ്പാണ്. കോയമ്പത്തൂർ എത്ര വർഷം നിന്നേ? കോയമ്പത്തൂര് 3 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ചെന്നൈയില് ഓൾമോസ്റ്റ് ഒരു 2.5 വർഷം. പിന്നെ ബാംഗ്ലൂര് അവിടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മേലേക്ക് എങ്ങോട്ടൊക്കെ പോയി? ഗുജറാത്ത്. പിന്നെ ഗുജറാത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല കൾച്ചറാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ഒരു 3-4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രസമല്ലേ, ആൾക്കാരുടെ സ്വഭാവം കാര്യങ്ങളും മറ്റേതൊക്കെ രസമാണ്. പിന്നെ അതേപോലെ ഡൽഹി, അജ്മീർ. അങ്ങനെയാണോ ഓർഡർ? എങ്ങനെയാണോ എങ്ങനെ ഇപ്പൊ പറഞ്ഞ മാതിരി ഓർഡർ പോയ? അല്ല, ഗുജറാത്ത് പിന്നെ നമ്മുടെ ഏട്ടന് അവിടെ ബിസിനസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കലുണ്ടായിരുന്നു. പിന്നെ അജ്മീറിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ പോയി നിന്നേ? അല്ല, അജ്മീർ പറഞ്ഞാൽ കുറച്ചൊരു 1 വർഷത്തോളം അവിടെ നിന്നിട്ടുണ്ട്. അത് വേറൊരു പ്രത്യേക സ്ഥലമാണ്. എന്തായിരുന്നു അജ്മീറിലെ എക്സ്പീരിയൻസ്? ഭയങ്കര രസമല്ലേ. പിന്നെ വൈകുന്നേരം നമ്മൾ വർക്ക് കഴിഞ്ഞാണ്ട് നേരം. എന്തായിരുന്നു വർക്ക്? അന്ന് അവിടെ എക്സ്പോർട്ടിംഗ് ആണ് സീ ഫുഡിൻ്റെ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ മറ്റേ ലോബ്സ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ എഡ്ഡിയിൽ നമ്മൾ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഇതാ വരുമ്പോൾ നമ്മൾ ചെറിയ മീനുകൾ എടുക്കും. അപ്പോൾ അജ്മീർ നിന്നായിരുന്നു എടുത്തത്. മറ്റേ അജ്മീർ അനാസാഗർ അല്ലേ? ഓക്കെ, അനാസാഗർ ലേക്കിൽ നിന്ന് നമ്മൾ ഇതാക്കും. ഫാം ചെയ്തിട്ട് അവർ ഫാം ചെയ്യുന്നുണ്ടോ? അവർ ഫാം ചെയ്ത് പിന്നെ അവർ ഗവൺമെൻറ് അടുത്ത് നിന്ന് ലീസിനെടുത്താ. എന്നിട്ട് അത് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് നമുക്കല്ലാതെ വേറെ ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അഗ്രിമെൻ്റ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മുടെ കമ്പനിക്ക് അയക്കും. ഗുജറാത്തിൽ പോർബന്ദർ, ഗാന്ധിജിൻ്റെ നാട്. ഗുജറാത്തിലായിരുന്നു സംഭവം നടന്നിരുന്നത്. നമ്മളെ കമ്പനിയും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. എന്തായിരുന്നു അവിടെ? എക്സ്പോർട്ടിംഗ് കമ്പനി, സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ്. ഞാൻ അന്ന് ഞെട്ടിപ്പോയി. കാരണം ലോബ്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ അത് സൗദിയിൽ അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോഴേ ഈ സാധനം കാണുള്ളൂ. നമ്മളവിടെ മാർക്കറ്റിലൊന്നും കിട്ടില്ല. വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ലോബ്സ്റ്റർ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല എക്സ്പെൻസീവ് ആണ്, കുഴപ്പമില്ല. അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ഡൽഹിയിലും ഇവിടെയൊക്കെ പോയത്. അതും കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗുജറാത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഗുജറാത്തില് ഹൗ ഇസ് ദ കൾച്ചർ? എന്താണ് ഗുജറാത്തിലെ കൾച്ചർ മലയാളികൾക്ക് അറിയാത്ത? അതായത് എഡ്യൂക്കേഷൻ ഭയങ്കര ബാക്കാണ്. കാരണം നമ്മുടെ കമ്പനിയിൽ തന്നെ ഒരു 100-200 ലാബേഴ്സ് ഉണ്ട്. 100-200 ലാബേഴ്സിൽ ഒക്കെ പയ്യന്മാർ, ഒരു 25 വയസ്സിൻ്റെ താഴെയുള്ള ലേഡീസും ഒക്കെ ഉണ്ടാവും. അതിൽ സ്കൂള് കാണാത്തവരാണ് മെജോറിറ്റി. സ്കൂൾ കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല. സീരിയസ്ലി. അവർ ചിലവർ 2ാം ക്ലാസ് 3ാം ക്ലാസ്. അവിടെ നമ്മൾ കണക്കിങ്ങനെ എഴുതും, മറ്റേ ഇതിങ്ങനെ തൂക്കി വെയിറ്റ് എടുക്കും. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് കൊടുത്തരാം. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ആയിരുന്നു അന്ന്. എനിക്ക് ഫസ്റ്റുള്ള വർക്ക്. ഏത് ഇയറാണത് ഏകദേശം? അതിപ്പോൾ ഏകദേശം ഒരു 7 വർഷത്തോളമായി. അന്നാണ് ഞാൻ ഫസ്റ്റ് പോകേണ്ടത്. അപ്പോൾ എനിക്കെന്താ ജോലി, ഈ കണക്ക് കാര്യങ്ങൾ നോക്കുക, പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഏട്ടൻ തന്ന പണിയാണ്. അപ്പോൾ അത് നോക്കണം. അതിൻ്റെ ഇടയിൽ ഈ പെണ്ണ് ഇതുണ്ട് എന്നും
ഫുള്ള് റോങ്. ഇത് മാച്ച് ആവില്ല. നമ്മൾ പർച്ചേസ് ചെയ്ത് അവിടുന്ന് ഒരു വെയിറ്റ് ഉണ്ടാവല്ലോ, അതും ഇത് മാച്ച് ആവില്ല. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ആ പെണ്ണ് ശരിയാവില്ല, അത് എന്തൊക്കെയാ ഇതൊക്കെയാണ്, എന്തിനാ അതിനടുത്തുണ്ട്, വേറെ ആരെങ്കിലും ഇത് അപ്പം പറഞ്ഞു അല്ല അത് എന്താ 5ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ഇള്ളിലേക്ക് ബെറ്റർ അതാണ്. പിന്നെ ഞാൻ കണ്ടത് അവിടുത്തെ ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ചെറിയൊരു സിറ്റിയോ കാര്യങ്ങളൊക്കെ വരിക. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒഴിഞ്ഞ പാടങ്ങൾ, ഒഴിഞ്ഞ അങ്ങനത്തെ ഫീൽഡുകൾ അങ്ങനെയൊക്കെ നമ്മൾ കാണാം. അപ്പോൾ പിന്നെ കുറേ പോയി കുറേ ദൂരെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും പിന്നെ സ്കൂളുകളില്ല. അതിൻ്റെ ഇടയിൽ പക്ഷേ ഗ്രാമങ്ങൾ ചെറിയ ചെറിയ ഫാമിലീസ് ഉണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ട ആൾക്കാരുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം അങ്ങോട്ടൊന്നും എത്തൂല. പക്ഷേ കുറേ ദൂരത്തൊക്കെ സ്കൂളുണ്ട്. നമ്മളിവിടുത്തെ പോലെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എത്ര സ്കൂളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് അവർ കണ്ട് ഇതാക്കണം, അതായത് ഒരു മൈൻഡ് കൊടുക്കൂല ഗവൺമെന്റ് ഒന്നും. അത് മതി, കാരണം വിവരം വെച്ചാൽ പത്രം വായിക്കും, അവരെ ഇതിനെ ബാധിക്കും. ഇത് വിവരം വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാല് അപ്പോൾ ഇതൊക്കെ മതി. പിന്നെ അവിടെ ഡെവലപ്മെന്റ് പറഞ്ഞാല് ഭയങ്കര കുഴപ്പമില്ലാത്ത ഇത് റോഡ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡെവലപ്മെന്റ്. പിന്നെ നമുക്ക് സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഇത്രയും പറഞ്ഞില്ല, ഈ ഗ്രാമങ്ങൾ കൂടെ തന്നെ നല്ല ഹൈവേസ് ഉണ്ട്. പക്ഷേ ഈ സിറ്റി ടു ആ സിറ്റി കണക്ട് ചെയ്യാനുള്ള നല്ല ഫെസിലിറ്റി എല്ലാം ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. പിന്നെ ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇവിടുത്തെ പോലെ കൊടികുത്തല് അങ്ങനത്തെ ഒന്നുമില്ല. അത് ഭയങ്കര സപ്പോർട്ടാ. നമ്മൾ പൈസ ആയിട്ടും ചെന്നാൽ എല്ലാവരും മറ്റേ ലോണ് ഓടി കാര്യങ്ങൾ മറ്റേത് പെട്ടെന്ന് നമുക്ക് ശരിയാവും. കുറച്ചും കൂടി ഹോൾഡും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാവും. പിന്നെ എന്നാലോ ഈ ബാക്കിൽ നിൽക്കേണ്ട കുറച്ച് ബിലോ ആവറേജ് ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ ഇപ്പോഴും കാണാം ഇങ്ങനെ ഈ പുല്ലും ഇത് പശുക്കളെ അങ്ങനത്തെ വരുമാനം കാണുന്ന ആൾക്കാരുണ്ട്. ഫാമിങ് എനിക്കറിയില്ല, അവിടെ കുറെ കാസ്റ്റിന്റെ കുറെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഏത് കാസ്റ്റ് എനിക്കറിയില്ല, നമ്മള് മൈൻഡ് ചെയ്യല്ലോ. കേരളക്കാർക്ക് അവിടെ പൊതുവെ ജീവിക്കാൻ എങ്ങനെയാണ്? കേരളക്കാര് ഭയങ്കര ബഹുമാന. അവര് എന്തോ ഇതറിയും, എന്താ മലബാരീസ്. അപ്പൊ നമുക്ക് നല്ല റെസ്പെക്റ്റാ. കാരണം നമ്മളാണല്ലോ അവിടെ വന്നുകാണ്ട് അധിക ഈ എക്സ്പോർട്ടിങ് സീ ഫുഡിൻ്റെ കമ്പനീസും മലയാളീസ് ബന്ധമുണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ അവരിതാണ്. അപ്പോൾ അവർക്കറിയാം, അവർ ബുദ്ധിയുള്ളവരാണ്. നമ്മൾ അങ്ങനെ പറയും കാരണം ചിലപ്പോൾ, പക്ഷെ അതാണ് ഒരു നല്ലൊരു റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക്. അതാണ് ഗുജറാത്തത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഗുജറാത്ത്. നല്ല ഗുജറാത്ത് ആയിരുന്നു ഈ എക്സ്പീരിയൻസ് ചെയ്ത ഗുജറാത്ത്. കേരളം ഗുജറാത്തിൻ്റെ മുന്നിലാണോ പിന്നിലാണോ? അതല്ല ഞാൻ പറഞ്ഞിട്ട് രണ്ടുണ്ട്. അതായത് ചീത്ത അനുഭവമുണ്ട്, നല്ല അനുഭവമുണ്ട്. അത് എവിടെ ഉണ്ടല്ലോ. ചീത്ത അനുഭവം എന്താ? ചീത്ത അനുഭവം പറഞ്ഞാൽ അങ്ങനല്ല, ചിലർ നമ്മളോടുള്ള പെരുമാറ്റം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതായത് നോർമൽ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറുക, ചിലർക്ക് നമ്മളൊരു പുച്ഛം. ഇപ്പം ഇന്ത്യയിൽ തന്നെയുള്ള പ്രശ്നമാണ്. അതായത് എന്താ, നമുക്ക് കുറേ ഭാഷകൾ, എന്നാൽ ഇപ്പോൾ ഏതൊരു പടത്തിലും അറിയില്ല, ക്രിക്കറ്റും ഇതും വരുമ്പോൾ യുദ്ധം വരുമ്പോഴാണ് ഇന്ത്യക്കാരാവുക അറിയില്ല. അതേപോലെ അത് അപ്പം തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ എന്താ പറയുക, ഓൻ തമ്മീനാ, മറ്റോനാ, ബംഗാളി. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് അങ്ങനത്തെ ചില അനുഭവം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പേഴ്സണലി? പേരിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. സജീർ അറിയും. അപ്പോൾ പൂരാനം ക്യാ അറിയണം. ഇതിപ്പോൾ സജീർ പറഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഇത് എൻ്റെ റിലീജിയൻ അവർക്ക് അറിയില്ല. അപ്പോൾ ഒന്നും കൂടി ചോദിക്കും, ക്ലിയർ ചെയ്ത് കാണ്ട് പൂരാനം. അപ്പോൾ ഞാൻ ചിലരോട് പറയില്ല, ഇതാണ് സജീറാണ് എൻ്റെ പേര്. രണ്ടാമത്തെ ചോദ്യം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും, എന്താണ് അവർക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ അത് എല്ലായിടത്തും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഞാൻ സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും പിന്നെ വന്നിട്ട് ക്ലയൻസ് വന്നിട്ട് പരിചയപ്പെട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേക്കാണ് പിന്നെ ചോദിക്കാം, ഇത് പിന്നെ തമിഴിലൊക്കെ ചോദിക്കും, ഇതെന്നാ
ഫുൾ നെയിം തന്നെ ജാതി അറിയണല്ലോ അവർക്ക്. അറിയണം, ഒരു തൊരയാണ് തൊരയാണ് അല്ലേ? അറിഞ്ഞിട്ട് എന്താണ്, അറിഞ്ഞാൽ എന്താണ്? എന്താവോ അതിലിപ്പോ ഇപ്പൊ മുസ്ലിമാന്ന് പറഞ്ഞാൽ ഇപ്പോ എന്തായിരിക്കും? ചിലപ്പോ എനിക്കൊന്നുമില്ല, അതെ അതെ അതെ, ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണല്ലോ, അതുകൊണ്ടല്ലേ ചോദിക്കണ്ട്. അത് അവര് എല്ലാ വർക്കിലും വരുന്നുണ്ടെന്നാ തോന്നുന്നത്. അങ്ങനൊക്കെ ഉണ്ടല്ലേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ലോബ്സ്റ്റർ കണ്ട് കഴിക്കാനേ. ലോബ്സ്റ്റർ നൈസ് അല്ലേ? തന്നെ ടേസ്റ്റാ. ടേസ്റ്റ് പറഞ്ഞാൽ ഒരു മറ്റേ ഇതുണ്ടല്ലോ, എന്താ നമ്മുടെ അതായത് ഷെല്ലായിട്ടുള്ളവരുടെ ചെമ്മീൻ അല്ലെങ്കിൽ ഈ ഇതിനൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് ആണല്ലോ. ഈ എന്താ പറയാ, ക്രാബ് അങ്ങനത്തെ ടേസ്റ്റാ. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാ കിട്ടുക. പക്ഷെ ഇത് അതിങ്ങാട്ടിയും കുറച്ചും കൂടി ഒരു ഹാർഡ് ആയിക്കാരം, പക്ഷെ രസമാണ്, നല്ല നൈസാ. അങ്ങനെ ഗുജറാത്തിൽ എത്തിയിട്ടാണ് ഈ അജ്മീർക്ക് പോയത്. അജ്മീർ പിന്നെ വേറെ സ്ഥലമല്ലേ? അജ്മീർ പറഞ്ഞാല് ഭയങ്കര ഒരു മൂഡ് സ്ഥലമാണ് ശരിക്കും. നമുക്കൊരു അതായത് എല്ലാം കൊണ്ടും ഒരു മൂഡ് സ്ഥലമാണ്. നമുക്കൊരു ഒരു ഒരു വേറൊരു ഫീലാണ് ആ ദർഗയിലൊക്കെ പോയാൽ. പാട്ടും കാര്യങ്ങളൊക്കെ, പാട്ട് ഭയങ്കര മ്യൂസിക്. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കൊണ്ട് പോകും. അപ്പോൾ അജ്മീർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങും ദർഗയ്ക്ക്. എന്നല്ല, അജ്മീർ സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു അല്ലേ? അജ്മീർ പറഞ്ഞാൽ ഒരു ഇതാണ്, എന്താ ഒരു അനാസാഗർ ലേക്ക്, അതിനെ ചുറ്റോടും ഒരു മരുഭൂമിയിൽ കുറച്ച് സ്ഥലമാണ്, കുറച്ചൊരു വെള്ളമുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ ചുറ്റും അങ്ങനെ കുറച്ചൊരു പച്ചപ്പും ഇതൊക്കെ ഉള്ളൊരു സ്ഥലം. അവിടെ ആൾക്കാർ വന്ന് താമസിച്ച് അതിൻ്റെ ചുറ്റുമുള്ളൊരു സിറ്റിയാണ് അജ്മീർ. അപ്പോൾ ഈ അജ്മീർ ഹോജ അവരൊക്കെ അങ്ങനെ അവിടെ എത്തിപ്പെട്ട ഈ കാലം. പിന്നെ അവിടെ പോകുമ്പോൾ പിന്നെ വേറൊരു ഫീലാണ്, നല്ല മ്യൂസിക്, ഖവാലി സോങ്സ്. അവിടെ പോയി ഇങ്ങനെ ഇരിക്കലാണെങ്കിൽ നമ്മളവരപ്പോൾ കൂടും കൈയൊക്കെ അടിച്ച് കാണ്ട് രസമല്ല. അവരിങ്ങനെ പാടിത്തരും, അത് നമ്മളിങ്ങനെ ഏറ്റുപാടുക. ചിലത് പാട്ട് അങ്ങനെയല്ല ഈ കാരം, ചിലത് അവരിങ്ങനെ പാടിപ്പോവും. അതിൽ നമുക്ക് മോശം അല്ല, അത് ഒക്കെ ലൈവ് ചിലപ്പോൾ ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ച പാട്ടുകളല്ല അവരുണ്ടാക്കേണ്ട. അതായത് അവർക്കിത് റെക്കോർഡ് ചെയ്ത് സീഡ് ചെയ്ത് ഇറക്കണമെന്നൊന്നുമില്ല, അവർ ഇതിനാണ് ഉണ്ടാക്കേണ്ടത്. ഖവാലി തന്നെ. ഖവാലി പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹിന്ദുസ്ഥാനി ടച്ച് ഉണ്ടാവും എന്തായാലും എല്ലാ ഖവാലിക്കും. അങ്ങനെ ഭയങ്കര രസമാണ്. അജ്മീറിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? അജ്മീറിൽ ഓൾമോസ്റ്റ് 1 വർഷം അജ്മീറിൽ നിന്നിട്ടുള്ളൂ. പക്ഷേ അജ്മീറിന് അപ്പുറത്തൊരു 14 കിലോമീറ്റർ പോയാലാണ് പുഷ്കർ. കേട്ടിട്ടില്ലേ? പുഷ്കർ കേട്ടിട്ടുണ്ട്. ഹോളി ഒക്കെ ഭയങ്കര സെലിബ്രേഷൻ, ഫോറിനേഴ്സ് ഒക്കെ വന്ന് ഭയങ്കര അവിടെയും ഭയങ്കര വേറൊരു. പുഷ്കർ എത്ര വർഷം വന്നു? അല്ല, അജ്മീർ ആണല്ലോ പുഷ്കർ 14 കിലോ. നമ്മൾ ഇന്ത്യ പെരീക്ക് കൊണ്ട് മലപ്പുറത്തുനിന്ന് ഒരു ചെറിയൊരു ചുരം കയറണം. മേലക്കെങ്ങാണ്ട് കയറിയാൽ പിന്നെ മേലെ മൊത്തം ഒരു മരുഭൂമി പോലൊരു സ്ഥലം. പക്ഷെ അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ഒരു നമ്മുടെ പഴയ ഇന്ത്യൻ്റെ ഡിസൈന്, ആർക്കിടെക്ചർ, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ കാണാനാണ് വിദേശികളൊക്കെ, ഫുള്ള് വിദേശ ഫോറിനേഴ്സ് കാരണം. അതും ഭയങ്കര ഒരു രസമുള്ള സ്ഥലം. ശരിക്കും അവിടുത്തെ കൾച്ചറൊക്കെ ശരിക്കും തൊട്ടറിഞ്ഞിട്ടില്ലേ? ഈ അന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് അതാണ് കൾച്ചറിൽ. ഇപ്പോൾ എല്ലാ നാട്ടിലുണ്ടല്ലോ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരൊക്കെ, അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. പിന്നെ അവിടെ ഏറ്റവും ഒരു ഇതായി തോന്നുന്നത്, അതിപ്പോൾ നോർത്തിൽ എങ്ങോട്ട് ചെന്നാലും തമിഴ്നാട്ടിലൊക്കെ പിന്നെ അതില്ല. അതായത് ഈ കാസ്റ്റിൻ്റെ പ്രശ്നം അവിടെയൊക്കെ നല്ലുണ്ട്. കാരണം ഇപ്പോൾ മുസ്ലിംസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത്രണ്ട് ഫീലില്ല. ഓ മുസ്ലിം ആണെന്ന, എന്നാലും ഓ ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് കാര്യമുണ്ട്, ഞാൻ ഒപ്പം നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ഒപ്പം നിൽക്കുന്നുണ്ട്, നമ്മളെ പെരുമാറ്റമൊക്കെ നല്ല ഈ കാര്യം. പക്ഷേ അവരടിയിലുള്ള മറ്റേ കാസ്റ്റ് ആളുണ്ടല്ലോ, അവരെ ജാതിയിലുള്ള അവിടെ നല്ല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങൾ? പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളെ കമ്പനിയിൽ ഏട്ടന് ഈ ക്ലീനിങ്ങിനും പിന്നെ ഈ ലേബേഴ്സിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ആയിട്ട് 2 സ്ത്രീകളെ വിളിച്ചു. നമ്മളത് നോക്കൂല അവരെ ജാതി ഏതാണ്. അവർ വരുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ പിന്നെ അവിടെ ഉള്ളൊരു സൂപ്പർവൈസറുണ്ട്, ലളിത് ഭായ്. മൂപ്പര് നമ്മളോട് ചോദിക്കുകയാണ്, അത് ഹരിജനാണോ അവർ, ആ 2 സ്ത്രീകൾ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല.
ഏട്ടൻ വിളിച്ച് വന്ന് പിന്നെ അതിൻ്റെ ശേഷം അവർ ക്ലീനിങ്ങും മറ്റൊക്കെ തുടങ്ങി. അന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കി. കമ്പനിയിൽ ഒറ്റ ആൾക്കാർ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഞാൻ അത് ഏട്ടനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, ഇവരിത് ഹരിജനാണോ ഏതോ ജാതിയൊക്കെ പറയുന്നുണ്ട്, അവരായതുകൊണ്ട് അവരുണ്ടാക്കിയാൽ കഴിക്കൂലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ കൊടുത്ത കാറ്റഗറി എന്താ പറയുക, അവരെ ആ ജാതി ചെയ്യേണ്ട ജോലി ഈ ഫുൾ ക്ലീനിങ് അല്ലെങ്കിൽ ബാത്റൂം ക്ലീനിങ് അങ്ങനത്തെ അത്രയും തരം താഴ്ന്ന അത് മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഫുഡൊന്നും ഉണ്ടാക്കാൻ അവരുണ്ടാക്കിയത് നമ്മൾ കഴിക്കൂലെന്നുള്ളൊരു രീതി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഏട്ടൻ കുറച്ച് സ്ട്രോങ് ആണോ, അതെങ്ങനെയാണ് കഴിക്കാതിരിക്കൽ, നമ്മൾ ലാബേഴ്സല്ലേ, നമ്മൾ ഏർപ്പാടിയൊക്കെ ഫുഡല്ലേ കഴിക്കാതിരിക്കൽ മറ്റേ പറഞ്ഞുകൊണ്ട് നല്ല സ്ട്രോങ്ങിൽ വന്നു, ആക്കി സംസാരിച്ചു. മറ്റേ ഓനക്കും കാര്യം മനസ്സിലായി, ഇത് നടക്കൂരാണ്, അവർ കഴിക്കില്ല ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഇതിപ്പോൾ ഒരു 5-6 വർഷം മുന്നത്തെ കാര്യമല്ലേ പറയണേ? പഠിത്ത് അപ്പോൾ ഈ കാസ്റ്റൊക്കെ ഇപ്പോൾ എടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ, ഇപ്പോൾ ഇത് ഉള്ളിലുണ്ടാവുമ്പോൾ എങ്ങനെ എടുത്ത് ഒഴിവാക്കുക അല്ലേ? അതിപ്പോൾ എന്ത് ഒഴിവാക്കിയിട്ട് എന്താ, എല്ലായിടത്തും അത് ഉണ്ടാവും. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇതില്ലേ എന്താ അടിമത്തപ്പോഴും നമ്മൾ ആടുജീവിതം കണ്ടില്ല, അതന്നെയല്ല അടിമത്തം. സത്യം. അത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒഴിവാക്കിയപ്പോൾ സൗദി അറേബ്യ ഒഴിവാക്കിയെന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഗദ്ദാമാള് ഇവിടുന്ന് പോകേണ്ട അടിമപ്പണിയല്ലേ ചെയ്യണ്ടേ? ശരി. സത്യം. അപ്പോൾ അതെല്ലായിടത്തും ഉണ്ടാവും, എത്ര ഒഴിവാക്കിയിട്ടും കാര്യമില്ല, അത് ഉള്ളിലുണ്ടാവും. നമ്മൾ കുറച്ചും കൂടി ഒന്നൊരു ഫോർവേഡായിട്ട് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ. എന്നാലും എഡിയിൽ അതും പേരുമുണ്ട്, ഇടയ്ക്ക് നമ്മളെ ഇടയിൽ പേരുമുണ്ട്, നല്ല പേരുണ്ട്. നമ്മളവിടെ പ്രളയത്തിൻ്റെ അന്നൊക്കെ കണ്ടില്ലേ, പ്രളയത്തിൻ്റെ അന്ന് എല്ലാവരും കൂടി മറ്റേ എന്താ ക്യാമ്പിൽ നിന്നപ്പോൾ ആദ്യമൊന്നും പ്രശ്നം ചെയ്യുന്നല്ലോ, എല്ലാവരും ഒക്കെ ആയിരുന്നല്ലോ. പിന്നെ ലാസ്റ്റിലേക്ക് പിന്നെ ജാതി ഇതും പറഞ്ഞു വന്നല്ലോ. പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ. അങ്ങനെയൊക്കെ വന്നിരുന്നു. വേറെ ജാതിയാണ് നമ്മളവിടെ. ഇപ്പോൾ പണ്ടേ 2011 കോളേജ് പഠിക്കുമ്പോഴേ ഈ അൺടച്ചബിലിറ്റിനെ പറ്റി, അതായത് തൊട്ടുതീണ്ടായ്മനെ പറ്റിയിട്ട് ഒരു എന്താ പറയുക, തൊട്ടുതീണ്ടായ്മനെ പറ്റിയിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേരളവും പറയുന്നുണ്ട്, പക്ഷെ കേരളത്തിന് ഉള്ളിലാണ് കിടക്കുന്നതാണ് പറയുന്നത്. ആൾക്കാർ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷേ എന്താ പറയുക ഈ നോർത്തിലും കേരളം വിട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ചായ വരെ ഗ്ലാസ് ചായയിലും സ്റ്റീൽ ഗ്ലാസ്സിലും കൊടുക്കണം. പിന്നെ എന്താ മുതിർന്ന ഉയർന്ന ജാതിക്കാരുടെ വീടിൻ്റെ മുന്നിൽ കൂടെ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റില്ല, ഇറങ്ങി നടക്കണം. അല്ലേ ഇതിപ്പോൾ എന്താ ഇപ്പോൾ അതാ ജാതിയുടെ മറ്റേ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് കാരണം അങ്ങനെ. ഇപ്പോൾ ഉള്ളിലായിട്ട് നടക്കൂല, അത് എന്തായാലും ഇതിങ്ങനെ തന്നെ പോകും. ഇപ്പോൾ ഉണ്ടല്ലോ കുറച്ച്, നമ്മളിപ്പോൾ കുറച്ച് പിള്ളേരുണ്ടല്ലോ ഇപ്പോൾ പേരിൻ്റെ ഒരു 25 to 35 കുറച്ചൊരു വിവരം വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ്, ഇതാണ് മനുഷ്യന്മാർ. മറ്റിലൊക്കെ എന്തിനായി വെറുതെ ടൈം കളയുന്നുണ്ട്, നമ്മൾ തമ്മി തല്ലി അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഇപ്പോഴത്തെ ഒരു. അപ്പോൾ മറ്റുള്ള ജനറേഷൻ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഈ പ്രശ്നം ഉണ്ടാക്കണ്ട, ഇവരെ ജനറേഷൻ കഴിഞ്ഞ് നമ്മളെ ജനറേഷൻ വയസ്സന്മാരാവല്ലോ, അപ്പോഴും പ്രശ്നം തന്നെ ഈ കാര്യം. ഇതിലുണ്ടാവും കുറേ ആൾക്കാർ ജാതി, അതും കഴിഞ്ഞാണ്ട് ഒരു 2-3 തലമുറ കഴിഞ്ഞ് വരുമ്പോഴേ തലമുറകൾ കഴിയണം എന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ ഭരണകൂടം തലമുറക്ക് ഇപ്പോഴും ചീറ്റിക്കൊണ്ടിരിക്കുകയല്ലേ വിഷം. അതുണ്ടാവും. കാരണം തലമുറകൾ മാറണമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി മിണ്ടാതിരിക്കണം, അതിനെപ്പറ്റി മിണ്ടരുത്, അത് എന്താണെന്നുള്ള പറ്റി പഠിപ്പിക്കരുത്. ഇപ്പോഴത്തെ മറ്റേ കാനിയെ വെസ്റ്റ് ഇല്ലേ, നമ്മളെ അമേരിക്കൻ റാപ്പർ കാനിയെ വെസ്റ്റ് ഇപ്പോഴത്തെ പറഞ്ഞിരുന്നു ഹിസ്റ്ററി പഠിപ്പിക്കരുത് പറഞ്ഞിരുന്നു. ഹിസ്റ്ററി പഠിപ്പിക്കരുത് കാരണം വെച്ചാൽ ഹിസ്റ്ററിയിലാണുള്ളത് ഓല് ആ ജാതിക്കാരാണ്, ഈ ജാതിക്കാരാണ്, അല്ലെങ്കിൽ മറ്റേ കളറാണ്, അത് ഹിസ്റ്ററിയിലാണുള്ളത്. അപ്പോൾ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോഴാണ് നമ്മളെ ഉള്ളിൽ നമ്മൾ അതേ ഇരുന്നുല്ലേ ഇതായിരുന്നുല്ലേ. ഹിസ്റ്ററി പഠിപ്പിക്കണ്ട, ഹിസ്റ്ററി പഠിപ്പിക്കണമല്ലോ, എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അതെ, ഹിസ്റ്ററി റെലവൻ്റ് ആണോ എന്നുള്ളതാണ്. അല്ല ഇപ്പോൾ അവിടെ നമ്മുടെ ഈ ലോകം ഇവിടെ വരെ എത്തി നിൽക്കേണ്ട ആ ഹിസ്റ്ററി നമ്മൾ
അറ്റ്ലീസ്റ്റ് മറ്റേത് നമുക്ക് പലതും അതിലുണ്ടാവും, നമുക്ക് ആവശ്യമുള്ള എടുക്കുക. ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളൂ അത്ര. ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഹിസ്റ്ററിയിലേ ആൾക്കാർ ഇഷ്ടമുള്ള അത്രയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഹിന്ദു രാജ്യം എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ അശോക ചക്രവർത്തിയുടെ അതുവരെയല്ലേ എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതല്ലേ എന്ത് മറ്റേ ബുദ്ധിസം അല്ലേ അതിൻ്റെ മുന്നേ, അശോക ചക്രവർത്തിയുടെ മുന്നേ ആ സമയത്തിലൊക്കെ ബുദ്ധിസം അല്ലേ. അപ്പോൾ ശരിക്കും ബുദ്ധന്മാരുടെ നാടാണോ ഇന്ത്യ? എങ്ങനെയും പറയാം. ഇതാർക്കും ഒരു ഇതായിട്ട് പറയാനൊന്നും പറ്റൂല. എനിക്കെന്താ തോന്നിയിട്ടുള്ളത്, ഇപ്പം ചരിത്രം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പലസ്തീൻ്റെ പ്രശ്നം നടക്കുന്നുണ്ട്, ഇന്ത്യയുടെ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ഈ ഞങ്ങളുടെ രാജ്യം പറ്റുമെന്ന് ക്ലെയിം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കാരണം ഇത് പലതും ആയിട്ട് വന്ന ഒരു ഇപ്പം നിൽക്കേണ്ട ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഇത് ഞങ്ങളതാണ്, ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളതിനു, ഞങ്ങളെ പ്രസ്ഥാനമാണ്. 1980 അല്ലെങ്കിൽ എന്താ പറയുക 500 BC ഞങ്ങളായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങളതാണിത്. അപ്പോൾ പറയും 500 BC നിങ്ങളിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് അതിൻ്റെ ശേഷം ഞങ്ങളാണ് ഇവിടെ നിങ്ങളെ റൂൾ ചെയ്ത്. അപ്പോൾ ഇപ്പം ഞങ്ങളാണ് ഫൈറ്റായി. പിന്നെ അപ്പോൾ ആർക്കും വെറുതെ എന്തിനാ പ്രശ്നത്തിന് കൊണ്ട് ഇങ്ങനെ, അത് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലോകത്തിൽ പേടിപ്പിക്കുന്നൊരവസ്ഥ കൂടെ പോകുന്നത്. കാരണം വെച്ചാൽ ഈ ശ്രദ്ധിച്ചോ, ഒന്ന് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വേണം. ആൾക്കാർക്ക് വലിയ എയിംസൊന്നുമില്ല. ആൾക്കാരിപ്പോൾ ഇങ്ങനെ വലിയ മനസ്സിലായിരിക്കും. മുന്നേ ലോകയുദ്ധം ഉണ്ടായപ്പോഴും ഇതേമാതിരിയായിരുന്നു. എന്താ വെച്ചാൽ ആൾക്കാർക്ക് വലിയ ഇതൊന്നും ചെയ്യാനില്ല, ലൈഫ് സിമ്പിളാണ്. ലൈഫ് സിമ്പിളാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണല്ലോ മനുഷ്യനെ. അപ്പോൾ കുറച്ചുകൂടി ഇടങ്ങാറുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ 2 യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇറാൻ എൻ്റർ ചെയ്തു യുദ്ധത്തിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക, സമാധാനത്തിൽ പോകണം, പെട്ടെന്ന് ഇനി മാറുമോ? അത് യുദ്ധങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് ഓരോ രാജ്യങ്ങൾ തമ്മിൽ ഓരോ ഡിസിഷൻസ്. ഇപ്പോൾ UN മറ്റേതൊക്കെ ഉണ്ടെങ്കിലും UN ഒക്കെ വെറുതെ തോന്നുന്നു. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചാണ്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൂടെ? പക്ഷെ പറഞ്ഞിട്ട് ഇപ്പോൾ എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ റഷ്യ എന്നിട്ട് ഉക്രൈൻ ആക്രമിച്ചില്ലേ, ഇസ്രായേൽ പാലസ്തീൻ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ അപലപിക്കാൻ അടിപൊളിയാണ്. എന്ത് ആ അറ്റാക്കിന് ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്. പക്ഷെ ഓല ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നുണ്ടോ, അത്ര നടക്കണുള്ളൂ. അല്ലാതെ അതിനെതിരെ ഒന്നും ചെയ്യും തോന്നുന്നില്ല. എവിടെ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. അത് എന്താ അപലപിക്കല്ലേ, ഖേദിക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. ഖേദം പ്രകടിപ്പിക്കുന്നു ഇന്ന ചെയ്തീന്. അത് എല്ലായിടത്തും രാഷ്ട്രീയത്തിന് മൊത്തമുള്ള സംഭവമാണ്. ഖേദിക്കുന്നു, ഇയാൾ എന്നെ ചെയ്ത് ഖേദിക്കുന്നു. അപ്പം എല്ലായി സോൾവ് ആയി. അതെ. അപ്പം പിന്നെ ഞങ്ങൾ ഖേദിച്ചിട്ടുണ്ട്, അപ്പം ഞങ്ങളെ കാര്യം ഞങ്ങൾ ചെയ്തു, നമ്മൾ ഖേദം പ്രകടിപ്പിച്ചല്ലോ. അതെ, ആരെ സപ്പോർട്ട് ചെയ്ത് അതൊന്നും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സത്യം. ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മളെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് കാണി എന്തൊക്കെ അയാൾ ഭരണത്തിൽ വരുമ്പോൾ എന്തൊക്കെ തേങ്ങ പറഞ്ഞിട്ട് അയാൾ ഭരണത്തിൽ വന്ന് ഉണ്ടല്ലോ. അയാൾ 15 ലക്ഷം തരുമെന്ന് പറഞ്ഞു. പെട്രോളിൻ്റെ വില കുറക്കുമെന്ന് പറഞ്ഞു. അയാള് എന്താണ് നോട്ട് ബന്ദി സെറ്റ് ആയില്ലെങ്കിൽ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. അയാളെന്ന് പറയാൻ പറ്റില്ലേ? അയാളെന്താ പറയാൻ പറ്റായി? അയാള് പാർലമെന്ററി അയാള് നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞേ? അയാൾ പറഞ്ഞു പെട്രോളിന്റെ വില കുറക്കുമെന്ന് പറഞ്ഞു. ഇന്നെ പച്ചക്ക് തീയിട്ട് കൊളത്തിക്കോളി എന്ന് വരെ പറഞ്ഞു. എന്നിട്ടും പിന്നെ ഉളുപ്പില്ലാതെ അവിടെ നിൽക്കാണ്ട് വോട്ട് ചോദിക്കാൻ നമ്മൾ മലയാളികൾ മറന്നുപോയോ? ആര് മറന്നിട്ട്? ഇവിടെ മലയാളി നമ്മൾ കേരളത്തിൽ കുറെ ഫാൻസ് വരുന്നുണ്ട്. അതായത് പറഞ്ഞ വാക്കിന് വില ഇല്ലാത്ത ആൾക്കാരാണ് അവര്. ഇല്ലേ, പറഞ്ഞ വാക്ക് ഇപ്പോൾ അന്ന് BJP അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടില്ലേ, എന്ത് അതൊക്കെ വെറും വാഗ്ദാനങ്ങളാണ്, എന്നിട്ട് മനസ്സിലായിട്ട് പിന്നെയും ഞാൻ രാഷ്ട്രീയമായിട്ട് ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യില്ല. ഞാനില്ല, രാഷ്ട്രീയമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇത് നോണ്ട പറയല്ലേ, നമ്മളെ പച്ചയ്ക്ക് നമ്മളെ മൊത്തം നോക്കിയിട്ട്. അപ്പോൾ പിന്നെയും പോയി കൊടുത്തോളി. അതെ, അത്ര എനിക്ക് പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നേരെ വോട്ട് ചെയ്തിട്ടില്ല. ഇത്ര വയസ്സായി, 32 വയസ്സായി.
ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. എന്താ വോട്ട് ചെയ്യാൻ തോന്നിയില്ല. എന്തിനാ? നല്ലൊരാളുമാണല്ലേ ഇതുവരെ? അല്ല, എനിക്ക് ഇതൊക്കെ ഒരു ചെറുപ്പം മുതൽ തന്നെ ഇതൊരു എന്തൊക്കെ ഇവർ കാട്ടിക്കൂട്ടുണ്ട് ടി വിയിൽ ന്യൂസൊക്കെ കാണുമ്പോൾ. ഫുള്ള് തമ്മിലടി, പാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടി, എന്നിട്ട് മറ്റവനതാക്കുക, എന്നിട്ട് മുക്കുക, പൈസ മുക്കുക, എല്ലാ പ്രാവശ്യവും ഏത് പാർട്ടിയാണെങ്കിലും ആരോപണങ്ങൾ ഓരെ പറ്റി. ഓല് ഇന്ന പ്രൊജക്റ്റ് എടുത്തു, അതിന് ഇന്ന കമ്പനീൻ്റെ അടുത്ത് നിന്ന് ഒരു ഇത്ര കമ്മീഷൻ വാങ്ങി, കോടികൾ. എടാ ചെറുതൊക്കെ ആണെങ്കിൽ ഓക്കെ. അതായത് എത്ര നമുക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏതൊരു 2G സ്പെക്ട്രം അതിൽ എത്ര 2 ലക്ഷം കോടി 2 ലക്ഷം കോടിയൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്താ ഇത്? നമ്മൾ പൂജ്യം എണ്ണീട്ടുണ്ട്. എടാ നിങ്ങൾ മുക്കിക്കോടിയും രാഷ്ട്രീയക്കാരാണ്, നിങ്ങളെ പണി ഇതാണ്, നിങ്ങൾക്ക് ഇത്ര വലിയ ശമ്പളമൊക്കെ ഉള്ളൂ, അത്ര കുറച്ച് ശമ്പളമൊക്കെ തന്നെ ഉള്ളൂ അവർക്കും. മുക്കിക്കോളിയും. പക്ഷേ ഒരു പരിധിയാണ്ട്. ബാക്കി നാടിന് ചെയ്യും. അല്ലാതെ കുറച്ചൊക്കെ ഒരു കമ്മീഷൻ അടിച്ചോളി. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, ഇതിനുള്ള ഒരു കമ്മീഷൻ അടിച്ചോളി. അല്ലാതെ അത് എത്ര 1 ലക്ഷം കോടിയോ 2 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. BJP ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ് ഫുള്ളി ലീഗലാക്കി വന്നിട്ടുണ്ട് അവരുടെ ഇലക്ഷൻ്റെ. അതായത് ഇലക്ട്രോണിയൽ ബോണ്ടില്ലേ, ലീഗലായിട്ട് നമുക്ക് എന്താണ് BJPക്ക് പൈസ കൊടുക്കുക. അതായത് ബ്രൈബ് ലീഗലാക്കി. സംഭാവന ലീഗലാക്കിയവര്. ബ്രൈബില്ലേ, സംഭാവന ലീഗലാവൂരല്ലോ, എനിക്കറിയില്ല. ഇലക്ട്രോണിയൽ ബോണ്ട് അങ്ങനെയല്ല വരുന്ന വെച്ചോ. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് പൈസ കൊടുക്കാം. ഈ രാഷ്ട്രീയ അധികം ഞാൻ എല്ലാം നോക്കലുണ്ട്, നോക്കി കാണും ഇവിടെ എന്താ നടക്കുന്നുണ്ട്. അതൊന്നും ജസ്റ്റ് അറിയണല്ലോ. ചിലപ്പോൾ ആൾക്കാർ പേരോ മറ്റൊന്നും ചിലപ്പോൾ അറിഞ്ഞോണമെന്നില്ല. അയാൾ ഇപ്പോൾ അടുത്ത് 2-3 ദിവസം മുന്നേ അയാൾ ഭയങ്കരമായിട്ട് പ്രസംഗമൊക്കെ നടത്തിയല്ലോ മോഡി. ഭയങ്കര വിവാദമായിട്ടുള്ള കേരളത്തിൽ വന്നിട്ടല്ലേ? അല്ല, കേരളത്തിൽ വന്നിട്ടല്ല. ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു ഏഷ്യാനെറ്റിന്. അത് ഞാൻ കുറച്ച് കണ്ടിരുന്നു. അതിലെന്തൊക്കെയോ പറയുന്നുണ്ട്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എപ്പോഴും ഭരണകൂടത്തിനെ സത്യം പറയട്ടെ, ഇപ്പോൾ ഈ മോഡി ഭരിക്കുന്ന ഭരണത്തിൻ്റെ എഫക്റ്റ് എപ്പോഴും അറിയുക വെച്ചാൽ ഒരു 5-10 വർഷം കഴിഞ്ഞാലും അറിയാം, അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാലും അറിയാം. ഇപ്പം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ ഭരണകൂടങ്ങൾ ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സ്. ഇന്ത്യ. അതെ അതെ അതെ. ഇത് എയർപോർട്ട് ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് ഞാൻ. ഇപ്പം നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലേ ഇത്ര പെട്ടെന്ന് ഒരു റോഡിൻ്റെ പണി നടക്കുക, അല്ലെങ്കിൽ ഒരു ഇത് എന്താണ് ഒരു പാലത്തിൻ്റെ, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം. ജനാധിപത്യ രാഷ്ട്രത്തിൽ പതുക്കെ നടക്കുക. നമ്മൾ സ്വച്ഛാധിപത്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഫാസ്റ്റ് ആവരുത് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ ഓരോ റൂട്ടുകളുണ്ട്. ഇപ്പോൾ അമേരിക്ക 200 വർഷം മുന്നേ ജനാധിപത്യം ആണ് അതിലേക്ക് വന്ന് അവരത്രയും മുൻതൂക്കമുണ്ട് നമ്മളെക്കാട്ട്. നമ്മളിപ്പോൾ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. നമ്മളിത് പതുക്കെ നടക്കുള്ളൂ. അത് ജനാധിപത്യത്തിൽ അങ്ങനെയാണ്. കാരണം എല്ലാവിധ ഇതിൽ കൂടി പോകണ്ടേ, ജനങ്ങളറിയണ്ടേ. പക്ഷേ സ്വച്ഛാധിപത്യത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് സൗദിയിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ പറഞ്ഞാൽ നാളെ അവിടെ ഒരു പാലം വേണം, ചൈനയിലാണെങ്കിലും അത് പെട്ടെന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സ്വച്ഛാധിപത്യത്തിലേക്കാണോ പോകുന്നത്? അല്ല, അതല്ലേ ഇത് ഇപ്പോൾ ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഈ സ്ലോ ആയിട്ട് ഉള്ള ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അതിപ്പോൾ എന്താ ഇതാണെങ്കിൽ എന്താ, പക്ഷെ അത് ഇനി നമ്മൾ ജനാധിപത്യം വിട്ടെടുക്കേണ്ടി വരും. ജനാധിപത്യത്തിൽ എന്താ ഫാസ്റ്റായിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ വളരെ യങ് നേഷനല്ലേ. നമുക്ക് ജനാധിപത്യം വന്നിട്ട് 75 വർഷമല്ലായിട്ടുള്ളൂ. നമുക്ക് പതുക്കെ അവിടെ എത്തുള്ളൂ. ബാക്കിയുള്ള നേഷനൊക്കെ പറഞ്ഞാൽ കുറേ മുന്നേ വന്നല്ലേ. പക്ഷെ ഇവിടെ വരണമെങ്കിൽ ഇനി ടൈം എടുക്കും. കാരണം ഇവിടെ മെയിൻ ഇത് മേച്ചെടുക്കാൻ പറ്റൂലേ. എത്ര ആൾക്കാരായി, എത്ര ലാംഗ്വേജ്, എത്ര ഇതാണ്. നമ്മൾ ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഇന്ത്യത്തെ ഒരാളോട് സംസാരിക്കാൻ പറ്റുമോ? വേറെ ഒരു സ്റ്റേറ്റത്തെ ഒരാളോട് ഏത് ഭാഷയിൽ സംസാരിക്കും? ഒക്കെ ഇന്ത്യക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഒരു കസിന്, അതല്ല ഇന്ത്യയുടെ പ്രത്യേകത. പ്രത്യേകത അല്ലേ, നെഗറ്റീവാണ് ചില സ്ഥലത്ത്. അതായത് എൻ്റെ ഒരു കസിന് സൗദിയിൽ ഇൻ്റർവ്യൂവിന് കയറി, ഓനക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഈ വേറെ ഒരു കൺട്രിയിൽ നിന്നുള്ള ആളാണ് ഇൻ്റർവ്യൂ ഉണ്ട്. അയാൾ ഹിന്ദിയിൽ എന്നോട് ചോദിക്കുകയാണ്, ഇവനക്ക് മറുപടി ഇല്ല. എടാ നിങ്ങളെ ലാംഗ്വേജാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്, അത് നിങ്ങളെ ലാംഗ്വേജ് ഹിന്ദി ആയിട്ടുള്ള ആ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഒരു ഭാഷയും ഇതും ഒരു യൂണിറ്റ് ഇല്ലാതെ മേച്ചെടുക്കാൻ പറഞ്ഞാൽ പ്രയാസമാണ്. അത് ഭയങ്കര സ്ലോ ആയി കാരം ഇവിടുത്തെ ഗ്രോത്ത്.
അതെ, അങ്ങനെ പതുക്കെ വരുള്ളൂ. പതുക്കെ ജനാധിപത്യത്തിലുള്ളൊരു കാര്യം അങ്ങനെയാണ്, പതുക്കെ നടക്കുള്ളൂ. അല്ല, മറ്റോടത്തൊക്കെ ഒറ്റ ലാംഗ്വേജ് ആണ്. എടാ നിങ്ങള് അടങ്ങിക്കടാ, നിങ്ങള് ഇതാക്കി ഇവിടെ നിന്നിട്ട് കിടക്കരുതിട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കേൾക്കും. ഇത് ആരോട് ഇവനോട് വേറെ ലാംഗ്വേജ് പറയണം, മറ്റവനോട്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേൾഡില്ലേ, ലോകം ലോകത്തിൻ്റെ ചെറിയ സ്പെസിമിനാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. സൗദിയിൽ നിന്നന്ന് പണ്ട് ഒരു അറബിനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾ, അതായത് ഒരു മതമായിട്ട് പോലും മിഡിൽ ഈസ്റ്റിൽ അവർക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മതമായിട്ട് തന്നെ ഫുൾ അടിയാണ്. ഇവിടെ പറഞ്ഞാൽ പല മതം, പല ജാതി, ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എങ്ങനെ ഇത് നടന്നു പോകണം, അവർക്ക് അതിശയമാരിയാവുന്നു. അത് അവർക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും. നമുക്കേ അറിയുള്ളൂ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്, എന്തെല്ലാം അല്ലേ. ഒരു മിനിറ്റ് പറ. ഒരു മിനിറ്റ് വിളിക്കുമ്പോൾ ഒന്ന് താഴെ. അപ്പോൾ പറഞ്ഞത് എന്താ? നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മക്കേ അറിയുള്ളൂ ഇവിടെ എന്തൊക്കെയാണ് നടക്കേണ്ടത്. ഇപ്പോഴും BJP ഒക്കെ വോട്ട് ചോദിക്കുന്നുണ്ട്, മറ്റേതല്ല ഉളുപ്പില്ല. എടാ ജസ്റ്റ് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഒരു 6 മാസം മുമ്പ് നേരെ അത് രാം മന്ദിർ ഉദ്ഘാടനം ചെയ്തു. എന്തിനാ? അതെ, കറക്റ്റ് ഒരു. പിന്നെ ഇവരെന്താ വെച്ചാൽ 109 റുപ്യ പെട്രോളിനാക്കിയിട്ട് അതിന് നിന്നിട്ട് 6 റുപ്യ കുറച്ചിട്ടാണ് പെട്രോളിന് വില കുറഞ്ഞു. എനിക്ക് മനസ്സിലാവണില്ല. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പിന്നെ 20 അല്ലെങ്കിൽ 10 റുപ്യ കൂടിയാൽ, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കണ്ട് പത്രത്തിൽ വലിയ വെണ്ടക്കാശരത്തിൽ പെട്രോളിന് ഇന്ന് 1.5 റുപ്യ കുറച്ചു. പക്ഷെ 100 കഴിഞ്ഞാണ്ട് എന്തൊക്കെയായിരുന്നു BJP നേതാക്കൾ പറഞ്ഞിരുന്നത്? 50 രൂപക്ക് പെട്രോൾ കിട്ടുമ്പോ ഇതൊക്കെ പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? സെഞ്ചുറി കടന്നില്ലേ നമ്മള്? എന്നിട്ട് ഓൾക്ക് ഉളുപ്പില്ലല്ലോ ഒന്ന് കണ്ട് ചോദിക്കാന്നുള്ളതാണ്. എനിക്ക് മലയാളികൾ മറന്നുപോയോ? മലയാളികളെ ഞാൻ പറയില്ല, മലയാളികൾ സീറ്റ് കൊടുക്കുന്നുണ്ട്. എനിക്കറിയില്ല, കുറച്ച് ആൾക്കാർ ഇപ്പൊ ഇതായിട്ട് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. കാരണം ഒരു ഉളുപ്പ്, പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാത്ത നേതാക്കളാണോ നമുക്ക് വേണ്ടത്? അല്ല, ഒരിക്കലല്ലോ. അറ്റ്ലീസ്റ്റ് പറഞ്ഞതിൽ കുറച്ചെങ്കിലും ചെയ്തു തരണം. എല്ലാം ചിലപ്പോൾ ഒരാളെ കൊണ്ട് ഞാൻ പറയും, എന്നെ കൊണ്ട് ഞാൻ അത് ചെയ്തരാം. പക്ഷെ അതിൽ കയ്യുണ്ട ആവേശത്തെ പറഞ്ഞ ചിലതൊക്കെ ഉണ്ടാവും, പക്ഷെ കയ്യുണ്ട് ചെയ്തു തരണമല്ലോ. അതിൽ അതും പറഞ്ഞു കണ്ടാണ്, ഹൈലൈറ്റ് ചെയ്ത് കാണാണ് വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും. അതെ, അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ നടക്കട്ടെ, വോട്ട് ചെയ്യാനുള്ളൊരു വോട്ട് ചെയ്യട്ടെ. ഞാൻ എന്തായാലും പിന്നെ നമ്മുടെ നാട്ടിലുള്ളൊരു സാധനം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പാർട്ടിയിൽ വിശ്വസിക്കുകയാണെങ്കിലേ ആ പാർട്ടിക്കാരെ കണ്ട് ഭരണത്തിലേറിയ പിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യണമാണ്. കണ്ടില്ലേ എന്ത് തെണ്ടിത്തരം ന്യായീകരിക്കും. ചെറ്റ പരിപാടിയാണ് അത്. തെറ്റ് ആര് തപ്പ് കൊണ്ടാലും തപ്പ്. അതെ. അപ്പോൾ നമ്മളെ പാർട്ടിക്കാരെ വെച്ചിട്ട് ഓരോ ചെയ്യേണ്ടത് ശരിയല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവണ്ടേ. അപ്പോൾ നമ്മൾ എന്തിനാ പിടിച്ചിക്കാൻ വേണ്ടിയിട്ട്, മറ്റേ പാർട്ടിക്കാരൻ തർക്കിക്കാൻ വരുമ്പോൾ അവനോട് പിടിച്ചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലുണ്ട് അത് തെറ്റാണെന്ന് നമുക്കറിയാം, എന്നിട്ടും ന്യായീകരിക്കുക. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം പറ്റൂല എന്ന് പറഞ്ഞാൽ തന്നെ ഓല് പിന്നെ നമുക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു പടത്തിലുണ്ടല്ലോ, അത് മമ്മൂട്ടിൻ്റെ വണ്ണറിൻ്റെ പടത്തിൽ അവരൊരു എന്തോ ഒരു ബില്ല് പാസ്സാക്കാനുള്ളൊരു ഇതാണ് ആ പടം. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതിൽ മെയിനായിട്ട് പറഞ്ഞിട്ട് നമ്മളൊരാളെ തിരഞ്ഞെടുത്ത് വിട്ടു 5 വർഷത്തിന്. ഒരു 1.5-2.5 വർഷം നോക്കുക, എന്നിട്ട് അയാൾ ശരിയല്ലെങ്കിൽ ഓനെ റീകോൾ ചെയ്യാനുള്ള 2.5 വർഷം. വേണ്ട, അത് നല്ല ഒരു കാര്യമല്ല. ഓൻ ശരിയല്ലെങ്കിൽ ഓനെ തിരിച്ചു വിളിക്കുക. ഈ ജനങ്ങൾ തന്നെ ഇതിപ്പോ എന്താ ഈ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതൽ വോട്ട് വേണ്ടെന്നുണ്ടെങ്കിലാണെങ്കിൽ തിരിച്ചു പോരും. ഇത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജാവുള്ള മാതിരിയാണ് ഇപ്പോൾ നമുക്ക്. നെപ്പോട്ടിസം, അതായത് ഫുൾ രാഷ്ട്രീയക്കാരുടെ മക്കള് പിന്നെ അടുത്ത MLA MP ആവുക. അപ്പൊ പിന്നെ നെപ്പോട്ടിസം തന്നെ അല്ലേ, ലൈക്ക് രാജഭരണം തന്നെ അല്ലേ നടക്കുന്നത്? ആണ്. രാഷ്ട്രീയക്കാരുടെ ഭാര്യമാരാവുക, മക്കളാവുക. അപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവണ്ടേ? ഞാൻ പറഞ്ഞ രാജഭരണമാണ് അപ്പൊ നടക്കുന്നത്. അതായത് ഇപ്പോ ഇതൊരു തൊഴില്, ഒരു വരുമാന മാർഗമായിട്ട് കുറെ ആൾക്കാർ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, എന്നിട്ട് ഞാനൊരു ഇതായാൽ എനിക്ക് ഇതാക്കുക. അപ്പോൾ അതിൽ ലാഭം കണ്ടുകാണ്ട് വരുന്നവരുണ്ട്. പിന്നെ
പക്ക ജനസേവനം എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്. അത് ഭയങ്കര റയറാണ്. അവർ എവിടെ എത്തൂല്ല. അവർ ജനസേവനം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മത്സരത്തിന് MLA നിങ്ങളാക്കട്ടെ ചോദിച്ചാൽ എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ പക്ഷെ നല്ല ആളായി കാരം. പക്ഷെ ഇതിൽ താല്പര്യമുള്ളവർ വരണം. അല്ലാതെ ഇപ്പോൾ ഓൻ്റെ മകനാണ് വെച്ചിട്ട് ഇനി ഫാദർ മരിച്ചല്ലോ, അപ്പോൾ ഫാദർ മരിച്ച് മകൻ കയറുക പറഞ്ഞാൽ പണ്ടത്തെ രാജഭരണല്ലേ? അതന്നെ. ഫാദർ മരിച്ചാൽ അപ്പോൾ ഇവർ പാർട്ടിക്കാർ പറയുന്നുണ്ട് ഇനി ആ സെന്റിമെന്റ്സും ഇതും ഈ തന്നെ നിൽക്കണം. ഇവരും പ്രഷർ. ഇയാൾക്കൊരു താല്പര്യമുണ്ട്, ഒരു കുന്തു അറിയിക്കാരം രാഷ്ട്രീയത്തിനെ പറ്റി. നൈക്കോട്ടെ ഇറങ്ങാണ്ട് നിർബന്ധത്തിന് വഴങ്ങിക്കാണ്ടാണ്ട് വരും. എന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അങ്ങനെ ഇവിടെ സംഭവിക്കണ്ടേ അല്ലേ? ഓൽക്കൊരു അത് ഇപ്പോൾ എന്തുകൊണ്ട് ഇതില്ല? ഇപ്പോഴും ഒരു എനിക്ക് ഒരു MLA ഒരു MP അതിക്ക് മത്സരിക്കണം. അല്ല, മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? ഇത്ര വയസ്സ് എന്തോ അങ്ങനെ ഒരു വയസ്സിൻ്റെ കണക്കല്ലേ ഉള്ളൂ. ഒരു എഡ്യൂക്കേഷൻ ഇത്ര ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ഇത്ര പഠിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് മറ്റെന്തെങ്കിലും +2 എങ്കിലും പാസ്സാവണ്ടേ? അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജനസേവനാണെങ്കിലും ഫുള്ളായിട്ട് അയാൾ ചെയ്തു. അങ്ങനല്ല, ജനസേവനം ചെയ്യണമെങ്കിലും മിനിമം ഇത് ഒരു വിവരം വേണ്ടേ? അത്ര ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ അഭിപ്രായമാണ്. കാരണം ജനസേവനം ചെയ്യണമെങ്കിലും ഒരാൾ ഒരു ലെറ്റർ കൊടുന്നു, അത് വായിച്ച് അതിൽ സൈൻ ചെയ്യാനെങ്കിലും അറിയണം. അത് ഇതിലെന്താണ് എഴുതിക്കണമെങ്കിലും അറിയണ്ട. ഇത് 6ാം ക്ലാസ്സും ഗുസ്തി ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഭരണം. അപ്പൊ അത് ഒരു ഇത് വെക്കണം, മാനദണ്ഡം വെക്കണം. ഒരു MLA ആവണമെങ്കിൽ എനിക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ വേണം, അറ്റ്ലീസ്റ്റ് +2 എങ്കിലും, ഡിഗ്രി ഒന്നും എടുക്കണ്ട. ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവണല്ലേ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം തന്നെ വായിക്കാൻ അറിയണം. ഇപ്പോൾ മലയാളം തന്നെ വായിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി. ശരിക്കും അവര് വായിക്കുമ്പോഴൊക്കെ നമ്പറൊക്കെ എന്തൊക്കെയാണ് പറയണ്ടേ? നമ്പർ വായിക്കാൻ തന്നെ ചിലവർക്ക് അറിയില്ല. കുറെ കോമഡി ട്രോളൊക്കെ വന്നിനെ. പിന്നെ എന്താ സാംസ്കാരിക മന്ത്രി മറ്റേത് എന്താ ഇത് അനൗൺസ് ചെയ്യണം അവാർഡ്. നസ്രീൻ അയാൾക്ക് വായിക്കാൻ തന്നെ അറിയില്ല. എനിക്കറിയില്ല ഇനി അന്നത്തെ അവസ്ഥ എന്തോ അറിയില്ല. പക്ഷെ ചിലപ്പോൾ പ്രിപ്പയർഡ് അല്ലേ ഈ കാര്യം. പക്ഷെ പെട്ടെന്ന് വന്നപ്പോൾ അത് എന്താണെന്ന് തോന്നിക്കും. നീ കണ്ണട വെച്ചിട്ട് അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അതിൽ മൊത്തം റോങ് ആയിരുന്നു. പലതും തെറ്റിച്ച പറഞ്ഞുണ്ട്. പടങ്ങളുടെ പേര് മൊത്തം വായിക്കാൻ പോലും അറിയില്ലെങ്കിൽ പിന്നെന്തിനാ വരിക്കണ്ട്? ജനസേവനം ചെയ്യേണ്ട അങ്ങനത്തെ പോലെ. അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ലെറ്റർ കിട്ടിയാണ്ട് അത് ഓൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുണ്ടോ ഇതിന് ഇറങ്ങിയാൽ മതി. ഒരു മാനദണ്ഡം വെക്കണം. അത് വെറുതെ ആർക്കും കയറിക്കാണ്ട് MLA സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്താ ഇത് ഭരിക്കാണ്. നമ്മുടെ പ്രധാനമന്ത്രി ചായ്വാലയാണ്. എന്നിട്ട് പരിപാടിയൊക്കെ ചെയ്യേണ്ട അവിടെ. പിന്നെ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ആ ഓഫീസിന്റെ പേരെന്താ, തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിൽ നിന്ന് കുറേ ഓഫീസേഴ്സ് അവരാണ് ശരിക്കും ഭരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഫുൾ പവർ കൊടുക്കാൻ പറ്റില്ല. പവർ കൊടുക്കാൻ പറ്റില്ല. ഇവരാണ് മേലെ. പക്ഷെ ഇവരെ ഇതിൽ നിന്ന് വിട്ടു പോകാൻ ഇവരെ പാടി മൊത്തം അവരാണ് ചെയ്യേണ്ടത്. ഒരു എഴുതാൻ വരെ അറിയില്ലെങ്കിൽ, ഒപ്പിടാൻ വരെ അറിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് ഭരിക്കുക. സ്റ്റാഫുകളുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോഴത്തെ ഇന്നത്തെ യൂത്ത് ശരിക്കും ഇതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കണ മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതോ? യൂത്ത് ഞാൻ ഇപ്പോൾ കണ്ട ഭൂരിഭാഗം പേരും ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഈ കാര്യം കൂടുതൽ പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ അധികം ആൾക്കാരും രാഷ്ട്രീയമൊക്കെ വേസ്റ്റ്. എന്തിനാണ് ഇത്? അല്ലെങ്കിൽ മര്യാദക്ക് ഭരിച്ച് കാണിച്ചു തരും. നമുക്ക് ഒരു ഗുണം ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരും. ഇത് എല്ലാവരും മറ്റൊരു കുറ്റം പറയാ, എന്നിട്ട് അടുത്ത 5 വർഷം അതന്നെ നടക്കുന്നുണ്ട് അല്ലേ? ഇത്ര കാലമായിട്ട് എന്തെങ്കിലും മാറ്റം വന്നുകണോ? എന്നിട്ട് പിന്നെ അതായത് ചോദ്യത്തിന് ഉത്തരം പറയല്ല, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയല്ല ചെയ്യാം. ഓരങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തൂടെ? അങ്ങനെ അതാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവണില്ല. അത് ഓരങ്ങനെ ചെയ്തോണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ പറയണം, സോറി ഞങ്ങളുടെ അടുത്ത് പറ്റിപ്പോയി, ഞങ്ങൾ അങ്ങനെ ചെയ്യൂല, അങ്ങനെ പറയണം അല്ലേ? അല്ലെങ്കിൽ നല്ല രീതിക്ക് ചെയ്യാന്ന് പറയണം. ഇനി ഇപ്പൊ ഒരു മിസ്റ്റേക്ക് പറ്റി, അതൊന്നുമില്ല. ഓരങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും അത് ചെയ്യാം. ഓല് അത്രല്ലേ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ അതിലും കൂടുതലൊന്നും ചെയ്തിട്ടില്ല. എനിക്കെന്താ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനൊക്കെ തന്നെയാണ്. ആണെങ്കിൽ വോട്ട് ചെയ്താൽ മതി.
അതാണ് നിലപാട്. എന്നിട്ട് വോട്ടിന്റെ ടൈം ആവുമ്പോ പ്ലീസ്. അതെ. മറ്റേത് ആ 5 വർഷം കാട്ടിക്കൂട്ടേണ്ട മാക്സിമം കാട്ടിക്കൂട്ടും, എന്നിട്ട് പിന്നെ ലാസ്റ്റ് കണ്ട് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാത്ത മര്യാദക്കുള്ളൊരു കമ്പനി വരട്ടെ, നല്ലൊരാള് വരട്ടല്ലേ, ഒരു കമ്പനി വരട്ടെ, ഒരു ഇത് പ്രോപ്പറായിട്ട് നമ്മളെ നാട് കൊണ്ടുനടക്കാൻ പറ്റേണ്ട ഒരു പാർട്ടി വരട്ടെ. അപ്പോൾ വേണമെങ്കിൽ നോക്കാം വോട്ട് ചെയ്യാം. അതെ അതെ. ഔ നീ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇല്ല, നടക്കൂല. ഇവിടെ മാർക്കണ്ടേയ കഴിച്ചു പറയണത് എന്താ വെച്ചാൽ പഴയ സുപ്രീം കോടതി ജസ്റ്റിസാണ് ഇപ്പോൾ പറയുന്നത് സിസ്റ്റം പൊളിച്ചടക്കിയിട്ട് രണ്ടാമത് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. കാരണം ഇവിടെ സിസ്റ്റം ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് അഴിമതിയും ഇതൊക്കെ നടന്നു കഴിഞ്ഞു, രണ്ടാമത് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പലരും പറയും മറ്റേ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, വോട്ട് അത് നമ്മുടെ ഒരു അവകാശമാണ്, ഓരോ പൗരനും ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ അതിന് മാറ്റം വരുള്ളൂ. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ഒരു മരം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇലകളല്ലേ, അപ്പോൾ ഇലകളല്ല ആദ്യം നന്നാവേണ്ടി വരും, ആ റൂട്ടാണ്. അവിടുന്ന് നന്നായാലേ നമ്മൾ നന്നാവുള്ളൂ. ഇപ്പോൾ ഒരു ട്രാഫിക് റൂള് നമ്മൾ ഫോളോ ചെയ്യൂല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം നമ്മളല്ല, അതത്ര സ്ട്രോങ് അല്ല, അവരതിനെക്കാട്ടിയും അറാമ്പറപ്പ് കാണിക്കൊണ്ട്. അപ്പോൾ ജനങ്ങളും ഇങ്ങനൊക്കെ തന്നെ ഓലും അതുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ ഇതൊന്നും സിഗ്നലും ആവശ്യമില്ല. അപ്പോൾ അതെ, ജനാധിപത്യ രാഷ്ട്രം എന്നുള്ളത് മറക്കുന്നുണ്ട് മന്ത്രിമാര്. പൗരം കഴിഞ്ഞിട്ടൊക്കെ തന്നെ ഉള്ളൂ മന്ത്രിമാരൊക്കെ. നമ്മള് പവർ നമ്മളെ കയ്യിലല്ലേ, ആൾക്കാർ മറക്കണ്ടേ. നമ്മളൊന്ന് മാറി ചിന്തിച്ചാല് ഓല ഇതില്ല, ഓരോ പൊസിഷൻ അവിടെ ഇല്ല, അങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ അത് ആരും മനസ്സിലാക്കൂല, എന്നിട്ട് പിന്നെയും ബൈക്കാണ്ട്. അതെ അതെ, സത്യം. അതന്നെ ഒരു സീനല്ലേ. എന്താ ചാവട്ടെ. ഇതെങ്ങനെയുണ്ട്? മറ്റേ എന്താ പറയുക, മലപ്പുറത്തെ ചീസി ബൈറ്റ്സ് നല്ല വിജയാണ്. അവർ പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, സത്യം പറയാണ്. അതായത് മലപ്പുറത്തെ ചീസി ബൈറ്റ്സ് മലപ്പുറത്തെ ചീസി ബൈറ്റ്സ് നല്ല ടേസ്റ്റുള്ള പിസയാണ്. പ്രൊമോഷനൊന്നല്ല, അവർ പൈസ തന്നിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പിസ. അതായത് സത്യം. ചീസി വെച്ചോ, കുറച്ചിട്ടേക്കാം. ഓ ചീസി ഇങ്ങോട്ടുണ്ട്. പിന്നെ എന്താ ഈ നേരത്തെ പറഞ്ഞു വെച്ച പോട്ടെ, നമുക്ക് പുതിയ തുടങ്ങാമല്ലോ. മറ്റേ ഈ ശരിക്കും ഓരോ നോർത്തുക്കും ഇവിടേക്കൊക്കെ പോകുമ്പോൾ ഇനി ഒരു മ്യൂസിക് ഡയറക്ടറും കൂടിയല്ലേ. അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോൾ അവിടുത്തെ ടെറൈൻസ് അനുസരിച്ച് അല്ലെങ്കിൽ സ്ഥലത്തിനനുസരിച്ച് മ്യൂസിക്കിൽ മാറ്റം ഉണ്ടായിരുന്നോ? ഹലോ, ഓക്കെ ആണോ? നമുക്കിത് കേൾക്കൂല ഇതിൽ. കുത്തിയൊക്കെ ഹലോ. ഇപ്പോൾ ഓക്കെ, ഒന്നുകൂടി ചോദിച്ചോ. ടെറൈന് മാറുന്നതനുസരിച്ച് ഇപ്പോൾ ഗുജറാത്ത്, അജ്മീർ ഇവിടെയൊക്കെ പോയല്ലോ, അവിടത്തേക്ക് മ്യൂസിക്കിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ? ഉറപ്പല്ലേ. അവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ അവിടുത്തെ ഓരോ സ്ഥലം, തമിഴ്നാടാണെങ്കിലും എല്ലാവർക്കും ഒരു ബേസിക് റിതം ഉണ്ട്. തമിഴ്നാടാണെങ്കിൽ ഒരു മറ്റേ കുത്ത് ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ആവേശത്തിൻ്റെ അവരെ ഒരു അധിക പാട്ടും ഒരു സ്ലോ ഫോക്ക് സോങ് ആണെങ്കിലും ചിലപ്പോൾ ഫാസ്റ്റായി പാടിയാൽ ആ താളത്തിലേക്ക് വരാം പല സോങ്ങും. പിന്നെ അതേപോലെ രാജസ്ഥാന് പോയാൽ വേറെ ടൈപ്പ് ഒരു വേറെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, മറ്റേ എന്താ വട്ടത്തിൽ ഒരു ദഫ് പോലെ ഒരു അത്ര വലിയൊരു സാധനം. അത് എന്നിട്ട് അവരെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ അവരെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ അനാസാഗറിൻ്റെ അവിടെ ഇവരതൊക്കെ ആയിട്ടും വരും, എന്നിട്ട് എല്ലാവരും ഡാൻസും കാര്യങ്ങളും മറ്റതൊക്കെ ആയിട്ടേ വരാം. പിന്നെ ഗുജറാത്തിലാണെങ്കിൽ മറ്റേ ഒരു ദാണ്ടിയ സ്റ്റൈല്. ദാണ്ടിയ പറഞ്ഞാൽ അവർ നവരാത്രി ഉണ്ടല്ലോ, നവരാത്രി എന്നല്ല പറയാം, 9 മ്യൂസിക് വന്നിട്ട് അവരത് അത് അതിൻ്റെ ഒരു റിതം വേറെ ടൈപ്പാ. എങ്ങനെയാണ്? മറ്റേ ഒരു വേറെ ഒരു നമ്മുടെ കുറെ പടത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ. നമ്മളെ കേരളക്കാരുടെ സ്റ്റൈൽ ഏതാണ്? അപ്പോൾ കേരളക്കാരത്
ശരിക്കൊരു വേറെ ടൈപ്പാ, ഒരു മലയാളിത്തം പറഞ്ഞു കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളില്ല, അതൊക്കെ തന്നെ. നമുക്കറിയാലോ നമ്മളെ പാട്ടുകൾ ഏതൊക്കെയാണ്. അതിന് പ്രത്യേകിച്ച് ചിലപ്പോൾ പല റിതത്തിലും പോകും. പക്ഷേ ഇവർക്കൊരു പാറ്റേൺ ഉണ്ട്. അവരൊരു ട്രഡീഷണൽ ഒരു സംഭവം വരുമ്പോൾ, ഫെസ്റ്റിവൽ വരുമ്പോൾ അവർ പ്ലേ ചെയ്യേണ്ട മ്യൂസിക് അത് ഇത് ബേസ് ചെയ്തേക്കാരം. ഇപ്പോൾ ഡാണ്ടിയ പറഞ്ഞാൽ ഇതിന്ന് വിട്ടു പോകില്ല. അതായത് ഒരു 400 ഡാൻസേഴ്സ്, അതായത് പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ, ഇവർ ചെക്കന്മാർ എല്ലാവരും കൂടി വട്ടത്തിൽ ഒരു റൗണ്ടായിട്ട് ഇരുന്നുകൊണ്ട് വലിയൊരു ഗ്രൗണ്ടിൽ ഒരുമിച്ച്, അതായത് 400-500 പേരൊക്കെ ഉണ്ടാവും. ഞാൻ എണ്ണീറ്റില്ല, എനിക്ക് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു, പക്ഷേ ചിലപ്പോൾ അതിനെക്കാട്ടി ഉണ്ടാവും. ഒരു യൂണിറ്റിൽ എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിച്ച് പോവുക. അവർ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നുമില്ല, ഒരു സ്ഥിരം സ്റ്റെപ്പ് കാര്യങ്ങൾ. നമ്മുടെ ഇവിടുത്തെ നമ്മൾ കോൽക്കളി ഉണ്ടല്ലോ ഇവിടുത്തെ, അതന്നെ സംഭവം. പക്ഷെ എമ്മാരി സ്പീഡുള്ള കളിയാണ് കോൽക്കളി. അത്രക്കുണ്ടോ? അല്ല, ഇത് നൈസായിട്ട് പോവാ, പതുക്കുള്ളൊരു കോൽക്കളി. ഇവിടുത്തെ ലാസ്റ്റ് ഒരു ഒറ്റ മുന്നോട്ട് ഒഴിഞ്ഞോ അവിടെ പറയണ്ടോന്റെ അടുത്താണത്. ഓനാണ് പാട്ട്, വേറെ ആൾക്കാരെ കരയില് ഈ പറയണവനാണ് ഇത് താളം മാറ്റല് അല്ലെങ്കിൽ സ്റ്റൈല്, ഈ കൊട്ടുന്നതിൻ്റെ സ്റ്റൈല് മാറ്റല്, അത് അയാളുടെ അടുത്താണ് കൺട്രോള്. അത് കളിക്കണ്ടയിലെ ഒരാളേക്കാര് അങ്ങനെ തന്നെ അല്ല, എനിക്കറിയാം. അങ്ങനെ തന്നെ കോൽക്കളി അങ്ങനെ. മറ്റേ അപ്പൊ അവിടെ പെൺകുട്ടികൾ, പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി ഉള്ള ആ കോൽക്കളി ഇങ്ങനെ പതുക്കെയുള്ള ഇങ്ങനെ. അത് എന്നിട്ട് കാണാൻ കുറെ ഓഡിയൻസ് ഉണ്ടാവും. അത് ഭയങ്കര രസമാണ്. നവരാത്രി ഭയങ്കര എല്ലാവരും യൂണിറ്റിയില്. അപ്പൊ ഈ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഏത് ജാതിന്റെ ഇത് പ്രത്യേക ജാതിക്കാരെ കളിക്കുക അതും എനിക്കറിയില്ല. പക്ഷെ അവിടെ എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും മിങ്കിളാവുണ്ട്, ഇതാവുണ്ട്. പക്ഷെ ഒരു പേഴ്സണൽ കാര്യം പറയുമ്പോഴാണ് ഇങ്ങനത്തെ ഈ പ്രശ്നം വരില്ല. മറ്റൊക്കെ ഭയങ്കര പൊളിയാണോ? അത് ഇവിടെ അങ്ങനെ തന്നെയല്ല, കല്യാണം വരുമ്പോഴാണ് മതം പ്രശ്നമാവുക, അല്ലെങ്കിൽ മതമൊന്നും പ്രശ്നമില്ല. പക്ഷെ രസമാണ്. പക്ഷെ ആ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഡൽഹിൻ്റെ ഒരു മ്യൂസിക് വേറെയാണ്. ഇപ്പം നമ്മുടെ ഡൽഹി 6 അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പാട്ടുണ്ടല്ലോ അമ്പർ സറിയ, അതിൻ്റെ അതൊക്കെയാണ് ട്രഡീഷണൽ അവിടുത്തെ ഒരു ഡൽഹിൻ്റെ ഒരു ഫ്ലേവറുള്ള സോങ്സുകളാണ്. അപ്പോൾ ഓരോ സ്ഥലം ചെല്ലുമ്പോഴും മ്യൂസിക് മാറിക്കൊണ്ടിരിക്കും, പിന്നെ അതിൻ്റെ സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ റിതം മാറിക്കൊണ്ടിരിക്കും. കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര മാറ്റം വരികയാണല്ലോ, റാപ്പൊക്കെ ഭയങ്കരമായിട്ട് പൊന്തി വരുന്നുണ്ടല്ലോ. റാപ്പേഴ്സ് കുറേ വരുന്നുണ്ട്. അത് ഇപ്പോഴത്താണ് കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മലബാറി റാപ്പാളരെ വരാൻ തുടങ്ങി, മറ്റേ ഡാപ്സി അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. അപ്പോൾ പടത്തിൽ തന്നെ മെയിൻ സ്ട്രീമിൽ അത് ഹിറ്റാണ്. അത് ആലപ്പുഴയിൽ ഹിറ്റാണ്, തിരുവനന്തപുരത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ മലപ്പുറത്തുനിന്ന് പോകേണ്ട ഒരു മലപ്പുറം റാപ്പടാ നമ്മൾ തന്നെ കൊടുക്കാൻ പറ്റുണ്ടേ. പിന്നെ അത് സക്സസ്സും ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇലക്ഷന് ഭയങ്കര വർക്ക് ചെയ്യുന്നു. നമ്മൾ അക്ഷയ്, ഞാൻ, നോബ്സ് എല്ലാവരും കൂടി സ്റ്റുഡിയോയിൽ ഇരുന്ന് കണ്ട് ഉറക്കമില്ലാതെ നമ്മളൊരു കോണിക്ക് വേണ്ടി ഒരു റാപ്പ് ഇറക്കി. ചിലപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടേക്കാരം ഫസ്റ്റ് റാപ്പ് ഇലക്ഷൻ സോങ്ങാ. നമ്മളറിവില്ലേ അല്ലേ? അത് നമ്മള് പക്ഷെ സ്റ്റിൽ ഇത് റാപ്പ് ഒരു കൾച്ചർ ആയിട്ട്, കാരണം അത് ഈ കോണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ട് മൊത്തം കോൾസ് വരിക. ലക്ഷദ്വീപിലെ പിന്നെ സ്ഥാനാർത്ഥിക്ക് റാപ്പ് ചെയ്യോ, പിന്നെ KC വേണുഗോപാല്, ഷാഫി പറമ്പില്, രാഹുൽ ഗാന്ധിക്ക് 4-5 സോങ്സ്. ഇതിപ്പോ ഈ കോൺഗ്രസ്സുകാരനെ വിചാരിക്കും. അല്ല, അങ്ങനൊന്നുമില്ല. നമ്മൾ എല്ലാം എടുക്കും. എനിക്കിതില് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അറിയാം. ഈ വരിയൊക്കെ കേൾക്കുമ്പോഴേ മനസ്സിലാവും. ഓക്കെ, ഞാൻ പറയില്ല, രാഷ്ട്രീയപരമായിട്ട് വ്യക്തികളെ പറ്റി എനിക്ക് അധികം അറിയില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോഴാണ് ആ വരി കേട്ടിക്കണ്ട, ഇയാളപ്പോൾ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ടാണ് മറ്റുള്ള കുറ്റം പറയുന്നത്. നമുക്ക് അങ്ങനെ ഉള്ളൂ. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യേണ്ട മ്യൂസിക് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളതിൻ്റെ ഇത് ചെയ്യും. പിന്നെ അക്ഷയ് അതിൻ്റെ വരികൾ എഴുതി തരും. പിന്നെ അടിപൊളിയായിട്ട് കൊള്ളേണ്ട രീതിയിൽ കൊടുക്കാറിയാം അവനക്ക്. അപ്പോൾ ഒരു സിങ്കാണ് എല്ലാവരും കൂടി. നമ്മൾ അധികം ആളൊന്നും ഉണ്ടാവില്ല. ഒരു ചിലപ്പോൾ 2-3 പേര് ഇരുന്ന് കാണ്ട് ഇങ്ങനെ ഒരു ഫ്ലോയില് രാത്രിയൊക്കെ
അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വരാനൊന്നും പറ്റൂല. മനസ്സിലായി. നിങ്ങൾക്കറിയാം അന്ന് നിങ്ങൾ ഒരു ദിവസം വന്നപ്പോൾ ഞങ്ങൾ പരിപാടി നിർത്തിവെച്ചു. ഞാൻ വേഗം പോയല്ലതുകൊണ്ട് മനസ്സിലായില്ല. അത് അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവിടെ ഞങ്ങൾ ഒന്ന് സ്റ്റക്കാവും. ഇപ്പോൾ മൂപ്പരുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമാണെങ്കിൽ നമുക്ക് എന്തും പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒന്നും പരസ്പരം ഒന്നും പറഞ്ഞില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്നു പരിപാടി. പിന്നെ പിന്നെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ചെയ്യാണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പോയിൻ്റെ ശേഷമാണ് നമ്മൾ ആ പണിക്ക് പിന്നെ ഇരുന്നത്. അപ്പോൾ അതൊരു പിന്നെ ന്യൂസിലൊക്കെ വന്നു നമ്മൾ റാപ്പ് ചെയ്ത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഫുള്ള് കോള് അവിടുന്ന് ഇവിടുന്നും റാപ്പ് ചെയ്തൊരു ഇത് ഇലക്ഷൻ്റെ വർക്ക് ഓക്കെ ചെയ്ത് കൊടുക്കുക. പക്ഷെ എല്ലാവരും പറഞ്ഞിട്ട് പിന്നെ ഇന്നാണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞു നാളെ അവർക്ക് പാട്ട് കിട്ടണം. ഇതെന്താ അത് സ്വിച്ച് ഇട്ടാ കിട്ടണം, ഇവര് മനസ്സിലാക്കണ്ടേ. അപ്പൊ ഇത് ഇവർക്ക് മാത്രമല്ല, ചിലപ്പോ വേറെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്യാനുള്ള നമ്മൾ ഈ 2-3 ആൾക്കാർ തന്നെയാണ്. അപ്പോ പക്ഷെ മാക്സിമം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഉറക്കൊന്നും ഇല്ലാതെ ചിലപ്പോ സ്റ്റുഡിയോ രാത്രി. എനിക്ക് നിങ്ങളെ പണിയിൽ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇത്രയും പാട്ടുകൾ കേൾക്കുന്നതും അല്ലേ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഒരു പാട്ട് നമ്മൾ മുന്നേ കേട്ടൊരു പാട്ടിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോകില്ലേ. വരണല്ലോ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുക. പക്ഷെ എന്നാൽ കറക്റ്റ് അതല്ലേ കാരണം ഇപ്പം ഏതൊരു മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് ചെയ്യുകയാണെങ്കിലും അത് അയാൾ കേട്ടൊരു സംഭവമാണ്, അല്ലെങ്കിൽ അയാളെ മനസ്സിൽ ഫീഡ് ചെയ്ത വേറെ ഏതൊരു മ്യൂസിക്കിൻ്റെ ഇൻസ്പിറേഷനാണ് വരിക. അല്ലാതെ ഒരാൾ പുതിയതായിട്ടൊരു സാധനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, സത്യം. കാരണം അത് എന്നോ കേട്ട് മറന്നൊരു പാട്ട്, പക്ഷെ അതല്ലേ കാരം ചിലപ്പോൾ അതിൻ്റെ താളം മാറിക്കാരം, പക്ഷെ ഇത് വേറെ പാറ്റേണിലേക്കാരം പോവാം. പിന്നെ കുറച്ച് രാഗങ്ങളേ ഉള്ളൂ, ആ രാഗത്തിലൊക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ. ഇത്ര നോട്ട്സേ ഉള്ളൂ കീബോർഡിൽ, അതിൻ്റെ ഉള്ളിൽ കളിക്കേണ്ട സംഗീതമേ വരുള്ളൂ. ഇതിപ്പോൾ ഏത് ജോണറായാലും അത്. അപ്പോൾ ഹാൻസ് സിമ്മർ ചെയ്തത് ശരിക്കും അപ്പോൾ വലിയൊരു സംഭവമാണല്ലോ. 3-4 കീ യൂസ് ചെയ്ത് അതെ, അത് ഭീകര സംഭവമാണല്ലോ. അപ്പോൾ ഭീകര സംഭവമാണ് അത്. ഇപ്പോൾ നമ്മൾ മ്യൂസിക് കുറേ പഠിച്ചവരുണ്ടാവും, അവർ ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും, കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, അവർക്ക് നല്ല നോളജ് ഉണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു കമ്പോസർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അവർ ചെയ്യേണ്ട പാട്ടിനേക്കാളും മെച്ചമായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ട്. ചില ആൾക്കാർ ടീച്ചറാണ്, ഞാൻ ഒരു ഇതാക്കി പറയല്ല, പക്ഷേ ചിലപ്പോൾ നല്ല പാട്ടുകൾ തന്നെ ഈ കാര്യം. പക്ഷെ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിനെക്കാട്ടിയും അതൊന്നും കൂടി ബെറ്റർ ആക്കായിരുന്നു തോന്നും. കാരണം അത് ഒരു സാധനം അവരെ മുമ്പിൽ കിട്ടുമ്പോൾ ഒരു എന്താണ് നോക്കുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിക്കണമല്ലോ, അതൊക്കെ മാക്സിമം നമ്മളിതിൽ ഇൻപുട്ട് ചെയ്യണ്ടായിരുന്നു. അത് അതിന്റെ ആവശ്യമില്ല, സിറ്റുവേഷൻ നോക്കിയിട്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരിക്കും മറ്റേ 3-4 കീ വെച്ചിട്ടാണ് അതിന്റെ മ്യൂസിക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവർക്ക് അറിയാം, എത്രയോ നോളജ് ഉള്ള ആളല്ലേ, മ്യൂസിക്കിൽ അത്രയും നിൽക്കേണ്ട ആളാണ്. ഇത് മതി ഇവിടെ ഈ സിറ്റുവേഷനിൽ, ഈ 3 കീ മതി. അതെ. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, അവിടെയാണ് ഒരു കമ്പോസർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ടാലന്റ് വരിക. എന്താ ടാലന്റ് വരണ്ടേ? അതല്ല, എങ്ങനെ ഏത് കാര്യം എവിടെ യൂസ് ചെയ്യണമെന്ന് എല്ലാം കൂടി ഉണ്ടാക്കണ്ട. റഹ്മാന് അത്രയും ചെറുപ്പം മുതൽ പിന്നെ കീബോർഡ് പ്ലേ ഉണ്ട്, 8ാം ക്ലാസ്സിന് വരെ ഇളയരാജക്ക് വായിച്ചിട്ടുണ്ട്, ഇത് എല്ലാം ഉണ്ട്. എന്നിട്ട് മൂപ്പര് ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അത് ഇതും കൂടിയാണ് നമ്മൾ ആൾക്കാർക്ക് കണക്റ്റ് ആവണം. ഇത് പാട്ട് വെറുതെ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം, വലിയൊരു സാധനം, ആർക്കും പാടാൻ പറ്റാത്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അത് കാര്യമില്ലല്ലോ. ഇത് നമുക്കും കൂടി കണക്റ്റ് ആവണം, അല്ലെങ്കിൽ നമുക്ക് മൂളാൻ പറ്റണം. അവിടെയാണ് ഈ കൊമേഴ്ഷ്യൽ മ്യൂസിക്കിന്റെ ഒരു ഇത്, അതായത് മൈൻഡിൽ കുടുങ്ങി കിടക്കണം. പിന്നെ ക്ലാസിക്സ് നമുക്ക് ഉണ്ടാക്കാം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പാടാൻ പറ്റൂല, പക്ഷെ നമ്മൾ ആസ്വദിക്കുണ്ടാവും. അങ്ങനത്തെ സാധനം ഉണ്ടാക്കാം, അത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആ റേഞ്ചിലൊന്നും കിട്ടൂല, പക്ഷെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഉണ്ടാക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ എല്ലാം ഫാസ്റ്റാ, പെട്ടെന്ന് ഒരു പാട്ടുണ്ടാക്കണമെങ്കിൽ പ്രോഫിറ്റ് വേണം. ഒരു സിംഗിൾ ആൽബമായിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ സിംഗിൾ സോങ് ആയിട്ടാണ് ഓരോ പാട്ട് ഇറങ്ങുന്നത്. അപ്പോൾ സിംഗിളായിട്ട് ഇറങ്ങുമ്പോൾ പണ്ട് ഓരോ കാസറ്റ് ആ മൊത്തം വാല്യൂ ആയിരുന്നു. ഒരു ആൽബം ആകുമ്പോൾ അതിൽ 4-5 പാട്ടുകളുണ്ടാവും. പടമാണെങ്കിലും മറ്റ് ഇൻഡിവിജ്വൽ ആൽബംസ് ആണെങ്കിലും അതിൽ
കുറേ സംഭവങ്ങളുണ്ടാവും. അതായത് കുറേ പാട്ടുകളുണ്ടാവും. മൊത്തത്തിനുള്ളൊരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ പ്രൈസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ 2 പാട്ട് മോശമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മറ്റേ 2 പാട്ട് ഓക്കെ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ ഓരോ പാട്ടിനും അപ്പോൾ ഓരോ പാട്ടും നന്നായിരിക്കണം, എല്ലാം നന്നാവണം. അപ്പോൾ അതാണ് അപ്പോഴേ പ്രോഫിറ്റ് ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഈ സംഭവം ഇത് ഇവിടെ ഈ മലപ്പുറത്ത് ഞാൻ ആദ്യം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെന്നൈയിൽ വർക്ക് ചെയ്തിരുന്നു, ദുബായിൽ വർക്ക് ചെയ്തിരുന്നു, അവിടെ മ്യൂസിക് ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രിയിൽ തന്നെ. പിന്നെ ഈ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ല മറ്റേ കാര്യങ്ങൾ, അത് നമ്മൾ ബിസിനസ് പരമായിട്ട് ഫാമിലി ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ മറ്റതൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചെന്നൈയിൽ നിൽക്കുമ്പോൾ പല ആൾക്കാരാണ്, പല ലാംഗ്വേജ്, കന്നഡക്കാർ വരും, മറ്റേ വരും. ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ തമിഴ് ക്ലയൻസ് ഉണ്ടാവും, എല്ലാ ലാംഗ്വേജും ഉണ്ടാവും. ദുബായ് പോയപ്പോൾ അതിനെക്കാട്ടും വൈഡായി, കാരണം ഇന്റർനാഷണൽ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ പല മ്യൂസിക്കും നമുക്ക് കേൾക്കാൻ പറ്റി. കാരണം നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത ഓരോ ഇപ്പം നേപ്പാളീസിന്റെ ഒരു ഫോക്ക് ടൈപ്പ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് എനിക്ക് ഓരോ സിംഗ് ഒരു ചൈനീസ് ടൈപ്പ് ആയിക്കാരം പാടിക്കാണ്ട് ഒരു പക്ക ഒരു ട്രഡീഷണൽ ഒരു ഫോക്ക് ടൈപ്പ് ആയിക്കാരം. അതാ ഒരു വെള്ളിയാഴ്ച ദുബായിൽ മൊത്തം വരെ തന്നെ ആയിക്കാരം, അടുത്ത ടീം വരാം. അപ്പം അത് പിന്നെ പല രാജ്യങ്ങളിൽ നിന്നുണ്ടാവും. ജർമ്മനിന്ന് ക്ലൈൻ്റ് ഉണ്ട്, പിന്നെ ബംഗ്ലാദേശിൽ നിന്നുണ്ട്, എല്ലാം ഉണ്ട്, ഫ്രാൻസിൽ നിന്നുണ്ട്. ജർമ്മൻകാർക്ക് എങ്ങനത്തെ പിന്നെ ലോക്കൽ അറബീസ് ഉണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ, ഒരു പറയുന്നത് നമുക്ക് മനസ്സിലാവുക. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ഈസിയാണ് കാര്യങ്ങൾ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് എന്താ അറിയോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോറിനർ വന്ന് കണ്ട് നമ്മൾ വർക്ക് ചെയ്യാണ്ട് മറ്റേത് കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്നായിക്കോട്ടെ, നമ്മൾ വർക്കൊക്കെ കാണിച്ചു കൊടുക്കും, ഓക്കെ സാറ്റിസ്ഫൈഡായി, നമ്മൾ ഓക്കെ ഡീലായി. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുക വാട്ട്സ് യുവർ ജോണർ, അപ്പോൾ നിങ്ങളെ മ്യൂസിക്കിൻ്റെ ജോണർ ഏതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാം കേൾക്കും. അപ്പോൾ അവർക്ക് അത്ഭുതം, അതെങ്ങനെ ഒരാളാവുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കല്ലേ കേൾക്കുള്ളൂ. അപ്പോൾ അല്ല ഞാൻ എങ്ങനെയാണ്, അതെന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഞാൻ എന്താ പറയണ്ടേ. ഞാൻ സൗണ്ട് എഞ്ചിനീയറാണ്, ഞാൻ ഇതാണ് എനിക്ക് എല്ലാം കേട്ടേ പറ്റുള്ളൂ. പണിയുടെ ഭാഗമാണ് എനിക്ക് എല്ലാം. എന്താണെങ്കിലും ഇപ്പോൾ ഒരു പടമാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചിലത് തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണെങ്കിൽ അവിടെ തന്നെ പോയി കാണുള്ളൂ. അതാണ്. പിന്നെ തിയേറ്ററിൽ പോയി കാണാണ്ട് നമുക്ക് ആ സൗണ്ടും കാര്യങ്ങളും പക്ക കിട്ടാനാണ്. മേക്ക് സെൻസ്. ഈ ചില പടങ്ങൾ ഈ എന്താ മ്യൂസിക് കൊണ്ട് ശരിക്കും പിടിച്ചു വെക്കുന്ന പടങ്ങളുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് BGM പറഞ്ഞാൽ എനിക്ക് ബ്ലഡ് മാറിയാ തോന്നിയിട്ടില്ല. ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ 2 തരം മ്യൂസിക് കൊടുത്താൽ 2 ഫീല് കൊടുക്കാം. ആദ്യം ഒന്ന് കാണിച്ചു തരും ഞാൻ, ഇപ്പം എനിക്ക് എന്താ ഫീൽ ഇട്ടുണ്ട്, ചിലപ്പോൾ റൊമാൻറ്റിക് ആയിക്കാരം. പക്ഷേ അണ്ട് ഇറങ്ങിപ്പോയേണ്ട ഒരു നായിക അവിടുന്ന് വേറൊരു തരം മ്യൂസിക് കൊടുത്താൽ പെയിന്. അപ്പോൾ എന്ത് രീതിയിൽ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് തീർച്ചയായും. പക്ഷെ ഇപ്പോൾ എന്താ പറയുക മെയിനായിട്ടുള്ള പ്രശ്നം ക്വാളിറ്റി ഓഫ് ലിസണിങ് അത് ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ക്വാളിറ്റി ഓഫ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എങ്ങനെ പാട്ടൊക്കെ ഉണ്ട് ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട്, അതാണോ മ്യൂസിക്? അതല്ലല്ലോ, ഹെഡ്ഫോൺ ഇട്ട് കേൾക്കണല്ലേ. ഒരു ക്വാളിറ്റി സാധനം, അല്ലെങ്കിൽ നല്ല സ്പീക്കർ നമ്മളിപ്പോ അതല്ല, നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു അച്ഛനോട് ഞാൻ കുറെ മുമ്പ് പറഞ്ഞിരുന്നു, മറ്റേ എന്താ ഇതിങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ മലപ്പുറത്ത് വരുമ്പോൾ എല്ലാവർക്കും മാപ്പിളപ്പാട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈല് പുതിയൊരു ജനറൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്തു, പഠിച്ചു കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. ആദ്യം ഒരു പുച്ഛേനു മാപ്പിളപ്പാട്ടൊക്കെ, പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിൽ കുറെ സാധനം ഉണ്ട്, വേറെ രാഗങ്ങൾ, വേറെ മൂഡിക്ക് പോവുക, ഞാൻ പഠിക്കാത്ത സാധനങ്ങൾ, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. 2 താളത്തിലുള്ള ഒരു പാട്ടിൽ തന്നെ 2 താളം. അത് നമ്മുടെ ഒരു മറ്റേതുണ്ടല്ലോ, ചെഞ്ചോര ചുണ്ടിലുണ്ട് പടവാള് മിന്നുന്നോള്, അതൊരു താളാണ്.
ഇതാണോ എന്നിട്ട് അടുത്ത് വരുന്നുണ്ട് ചെഞ്ചോര വേറെ അപ്പോൾ ഇവിടെ നിന്നാണൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ച് വന്നപ്പോൾ ഇവിടെ ഏറ്റവും പ്രശ്നം എന്താ പറയുക, എല്ലാ സിംഗേഴ്സിനും ഓല വോയിസ് മേലെ കയറ്റിയേക്കണം. എങ്ങനെ? അതായത് നമുക്ക് ഇവിടെ ക്ലൈൻ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ, നമ്മൾ സ്റ്റാൻഡേർഡ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ അറിയും സൗണ്ട് ഒന്നുകൂടി അതെന്താ മ്യൂസിക്കിന്റെ മേലെ എൻ്റെ സൗണ്ട് കിടക്കണം, എൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കണം. അതല്ലല്ലോ, എല്ലാം കൂടി ഒരു ബ്ലെൻഡ് ചെയ്ത് മിക്സ് അല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ. അപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കും, ഓക്കെ, പിന്നെ ഓൽക്ക് അതന്നെ വേണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു നോക്കും. അല്ലാതെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, ഇനിയും കൂട്ടണം, പിന്നെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ അവരൊക്കെ ഈ മറ്റേ ഫോണിൽ കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കണം. ഫോണിൽ കേൾക്കാനുള്ളതല്ല, അത് ഫോൺ വിളിക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു അക്ഷയനോട് കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം അടുത്ത് റഹ്മാൻ്റെ ആടുജീവിതത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ റഹ്മാൻ പറയുന്നുണ്ട്, പിന്നെ എന്താ നമ്മൾ കുറേ മാസങ്ങൾ പിന്നെ വർക്ക് ചെയ്യാണ് ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ ആക്കാൻ നല്ല സിസ്റ്റത്തിൽ. ചിലപ്പോൾ ഒരു വേർഡിന് വേണ്ടിയിട്ട്, ഒരു വേർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മാസമൊക്കെ വെയിറ്റ് ചെയ്യാണ്. ഒരു ഹുക്ക് ലൈന് അതിലൊരു വേർഡ് മിസ്സിങ്, ഒരു വേർഡ് കറക്റ്റ് അതിന് പറ്റുന്ന വേർഡ് ഫിക്സ് ആവില്ല. ചിലപ്പോൾ ഒരു ഡമ്മി പൊട്ടുകണോ, അതല്ല വേണ്ട വേർഡ്, അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. പിന്നെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ സൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ കുറേ വർക്ക് ചെയ്യണു. എന്നിട്ട് നമ്മൾ പറയാണ് ഫോണിലാണ് കേട്ടുകാണ്ട്, ലൗഡ് സ്പീക്കറിൽ ഇട്ടുകാണ്ട് കൊള്ളാം. അത് കേൾക്കേണ്ട രീതി കേൾക്കണം. അതിന് ചിലപ്പോൾ വേറെ നോയ്സ് ഉണ്ടാവും, വേറെ സൗണ്ട് ഉണ്ടാവും. അതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നുണ്ട്, അതൊക്കെ അവർ അത്രയും ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് അതേമാതിരി ക്വാളിറ്റി ഓഫ് ലിസണിങ് അതിപ്പോൾ എല്ലാവരും ഇതിലാണ്. അത് അറ്റ്ലീസ്റ്റ് ഇതാക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അതാണ്. ഞങ്ങൾ ലൗഡ് സ്പീക്കർ ഇട്ട് ഫോണിൽ കേൾക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കില്ല, അപ്പോൾ ഒന്നും കൂടി കൂട്ടിത്തരും. അപ്പോൾ ശരിക്കും നല്ല ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ലിസൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നല്ല സ്പീക്കറല്ലേ അതിനല്ലേ മ്യൂസിക്. അല്ലാതെ ഞാൻ പണ്ട് സൗദിയിൽ നിന്ന് ബോസിൻ്റെ സ്പീക്കറില്ലേ നമ്മളെ ഫ്രണ്ടിൻ്റെ, അതിൽ മ്യൂസിക് ഇട്ടിരുന്നു. ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ അതിൽ ഇടുമ്പോൾ എന്ത് വേറെ വ്യത്യാസമാണല്ലോ, ഓരോന്നും കറക്റ്റ് നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റും നമുക്ക് കാണാം, ഇൻസ്ട്രുമെൻറ്റ് കാണാം. ഇവിടെ ഇങ്ങനൊരു സാധനം പോകുന്നുണ്ട്, കേൾക്കല്ല, മൈൻഡിൽ കാണാൻ പറ്റും. ഇന്ന ഇൻസ്ട്രുമെൻ്റ് പോകുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ തീരല്ല. എല്ലാവരും ഫോണിക്ക് ഇപ്പോൾ പടം തന്നെ ഫോണിൽ കാണല, OTT ഇത് തുടങ്ങിയപ്പോൾ. ഈ സൗണ്ട് യൂസ് ചെയ്തിട്ട് ഈ ലെവിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടുകണേ? എങ്ങനെ ഈ സാധനങ്ങൾ എയറിൽ സസ്പെൻഡ് ചെയ്യുന്നത് സൗണ്ട് യൂസ് ചെയ്തിട്ട്? വൈബ്രേഷൻ വെച്ച് നടക്കും, പക്ഷെ അത് ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും കണ്ടോക്കാം, ഞാൻ ഇതുവരെ അറിയില്ല. പറ്റും, വൈബ്രേഷൻസ് അല്ല, ചിലപ്പോൾ എന്തെങ്കിലും ഇതുണ്ടാവും, പോസിബിളാണ്, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അത് പറ്റും, പോസിബിളാ, പക്ഷെ അത് ഇത്ര വെയിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, പോസിബിളാ, എത്താപ്പത് കഥ പറ്റേ. നമ്മൾ നല്ലൊരു സാധനങ്ങൾ ഇടയിൽ കുറേ ഉണ്ടോ? ഇതല്ല, ഇത് തന്നെയാണ് ലെവിറ്റേഷനാണ്. ഓക്കെ ഓക്കെ, വെള്ളത്തുള്ളികൾ ഇതാ സൗണ്ട് കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ വെള്ളത്തുള്ളികൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതില്ലേ സൗണ്ടുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സ്ഥലമല്ലേ? അല്ല, സൗണ്ട് പറഞ്ഞാൽ വൈബ്രേഷൻ വേവ്സ് അല്ലേ? അതെ അതെ, അത് അവിടെ ഒരു പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് വരുത്തുന്നുണ്ടാവും. നൈസ്. നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല, പക്ഷെ പോസിബിൾ ആണ്. ഇതിപ്പോ എങ്ങനെ വരുന്ന വെച്ചാൽ, ഇപ്പോൾ പിരമിഡൊക്കെ ഉണ്ടാക്കാനേ ഒരു റീസൺ പറയുന്ന ആൾക്കാർ പിരമിഡിൽ എന്തുകൊണ്ട് സൗണ്ട് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതായിക്കൂടാ. പിരമിഡിന് പലതുണ്ട്, വെള്ളത്തിൽ കൂടെ കൊടുന്ന് മറ്റേത്. അത്
ഓക്കെ. ഇപ്പൊ ഹൈദരാബാദിലുള്ള അക്യൂസ്റ്റിക്സോ മറ്റേ മറ്റേ എന്താണ് ഗോൽക്കൊണ്ട ഫോർട്ടിലുള്ള അക്യൂസ്റ്റിക്സോ ഞെട്ടിപ്പോയി. ഈ പോയിട്ടുണ്ടോ? ഞെട്ടിപ്പോയി. അതെ, അങ്ങോട്ട് കേൾക്കാം, അവിടെ താഴെ വിളിച്ച് അങ്ങോട്ട് കേൾക്കാം. പിന്നെ ചുമരിലെ സ്വകാര്യം പറഞ്ഞാൽ അപ്പുറത്ത് കേൾക്കുക. അതൊക്കെ ഇപ്പൊ എങ്ങനെ പോയി? എഞ്ചിനീയറിംഗ് അല്ലേ? ആവും, ചിലപ്പോ ഇതാവും. മറ്റേത് അങ്ങനെ കേക്കുണ്ടല്ലോ. ശരിയാണ്, അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നല്ല, അവിടെ കറക്റ്റാണ്. ഞാൻ അനുഭവിച്ച. കാരണം ഇങ്ങനെ അവിടുന്ന് രാജാവിനെ ആരെങ്കിലും താഴത്തുനിന്ന് കാണാൻ വന്നിട്ട് അയാൾക്ക് അവിടുന്ന് ഇയാളോട് സംസാരിച്ച് അവിടുന്ന് കേൾക്കും. അത്രയും സ്റ്റെപ്പൊക്കെ അത്രയും ദൂരത്തുനിന്ന്. അത് കാരണം സൗണ്ടിൻ്റെ എന്തോ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, അക്കോസ്റ്റിക് കറക്റ്റായിട്ടുള്ള പക്ക. അത് അന്ന് അതിനുള്ള എൻജിനീയേഴ്സും ഉണ്ടായിരുന്നു. കാരണം കോഴ്സൊന്നും ഉണ്ടാവില്ല ഇപ്പോഴത്തെ പോലെ, പക്ഷേ ഉണ്ടാവും, പോസിബിളാണ്. അത് ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനൊരു സാധനം ഉണ്ട്, സൗണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് ഡയറക്ഷനിലെ മൂവ് ചെയ്യുള്ളൂ എന്നൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് അറിയേണ്ട ആൾക്കാർ ഉണ്ടാവണം. അത് പഴയ തച്ചന്മാരൊക്കെ ഇതൊക്കെ നമ്മളെ പഴയ ബിൽഡിംഗ് ഒക്കെ എടുത്തു നോക്ക്, എങ്ങനെയാ അത് ഉണ്ടാക്കിയത്? വലിയ വിഷയമല്ലേ? പിന്നെ കറക്റ്റ് ഡിസൈനൊക്കെ കറക്റ്റ്. ഇവിടുന്ന് ഒരു മാറ്റിയിട്ടുണ്ട്. തൂണുകളൊക്കെ കൊത്തുപണിയുള്ള തൂണുകൾ, മറ്റേ ഗോൽക്കൊണ്ട ഫോർട്ട്, ഇവർ താജ്മഹൽ, പിരമിഡ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതല്ല അവസ്ഥ. കൊത്തുപണികളൊക്കെ എന്ത് എത്ര കാലം മുന്നേ ഉണ്ടാക്കിയതാണ്? അല്ല, അതുകൊണ്ടാണ് പ്രശ്നമായി. ഇതേ ബുദ്ധിയും കാര്യങ്ങളൊക്കെ അന്നുണ്ട്. സത്യം. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ ഈ ടെക്നോളജി അല്ല ഇപ്പോൾ ഫാസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ. ഈ സംഭവമൊക്കെ ഓരോരുത്തർ ഉണ്ടാവണം, അല്ലെങ്കിൽ പിരമിഡ് ഉണ്ടാക്കും. നമ്മൾ അത്ഭുതപ്പെട്ടുകാണ്ട് വേറെ കോൺസ്പിറൻസി മറ്റേ അങ്ങനത്തെ കാര്യങ്ങൾ, ഇതിങ്ങനെ ആവാം അതാവാം, ഒരു കുറേ തിയറീസ് നമ്മൾ ഉണ്ടാക്കുക. അതിനൊന്നും ആവശ്യമില്ല. ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കി. ഇതേ ബുദ്ധി തന്നെയാണ് അവർക്കും. പക്ഷെ ടെക്നോളജി ഫോം വിളിക്കാൻ അങ്ങനത്തെ സാറ്റലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൂ. അതിൽ കുറേ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം ഇതിലിപ്പോൾ എന്താ കുറേ നോക്കാൻ, കാരണം അവരുണ്ടാക്കി. അവിടെ അതിൻ്റെ തെളിവാണത്. ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിരമിഡിന് ശേഷമേ പിരമിഡിനെക്കാട്ടി വലിയൊരു സാധനം ഉണ്ടാക്കുന്നത് എപ്പോഴാണ് അറിയില്ല. പിരമിഡിന് ശേഷം പിരമിഡിനെക്കാട്ടി വലിയ സാധനം ഉണ്ടാക്കുന്ന ഐഫൽ ടവറാണ്. അതിൻ്റെ ഇടയിലൊന്നും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായി? ടെക്നോളജി എവിടെ പോയി? താഴെ പോയോ? അങ്ങനെ പറയാൻ പറ്റൂലേ. അതായത് അതന്ന് അത്രയും വലിയൊരു സ്ട്രക്ചർ അവർ ഉണ്ടാക്കി എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ പ്രിസിഷനാണ്. പ്രിസിഷൻ അങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ. ട്രൂ നോർത്താണ്. ട്രൂ നോർത്തിലേക്കാണ് അത് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ കല്ലുകൾക്കിടയിലൂടെ ഒരു ക്രെഡിറ്റ് കാർഡ് പോലും എനിക്ക് ഇടാൻ പറ്റില്ല. അത്ര, അതായത് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പിടക്കി ഒരു അരയിഞ്ച് കയറിയേ, ഒരു ഇഞ്ച് ഇതാക്കിയേ ചെയ്താൽ അത് ആകെ താറുമാറാവും. പിന്നെ അതിൻ്റെ ആ കിങ്സ് ചേമ്പറിൻ്റെ മേലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കല്ലുകളും ഗ്രാനൈറ്റുകളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. വലുത് പറഞ്ഞാൽ അന്ന് ക്രെയിനൊന്നും ഇല്ലാത്ത സമയത്ത്. ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഈ ക്രെഡിറ്റ് ഒന്നും എനിക്ക് മറ്റേ ഒരു ഏലിയൻസിനോ ഇവർക്കൊന്നും കൊടുക്കാൻ താല്പര്യമില്ല. മനുഷ്യന്മാരാടാ, ചെയ്യാൻ പറ്റും, പോസിബിളാണേ. കാരണം അവര് ഒരു കല്ലിൻ്റെ മേലേക്ക് അത്രയും വെയിറ്റുള്ള സാധനം ഇങ്ങനെ കയറ്റി വെച്ചു, ക്രെയിനൊന്നും ഇല്ലാതെ. നമുക്കാണെന്ന് ക്രെയിൻ ആവശ്യമുള്ളത്. ഓരങ്ങനെ ഉണ്ടാക്കിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കില്ല. പക്ഷെ ഇപ്പോഴും അതിശയായിട്ട് കിടക്കില്ല. അത്ഭുതമാണ് ശരിക്ക്. അതങ്ങനെ നിൽക്കണ അവിടെ എന്താണ് കിടക്കട്ടെ, അതങ്ങനെ തന്നെ കിടക്കട്ടെ. കാരണം അത്ഭുതമായിട്ട് തന്നെ കിടക്കട്ടെ. നമ്മൾ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അത് എങ്ങനെയാന്ന് അവര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവര് ചിലപ്പോ. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കി, അഭിമാനം കൊള്ളുക. അതിന് മംഗോളിൻ്റെ അന്ന് ഞാൻ എനിക്ക് കാണിച്ചത് ത്രോട്ട് സിംഗിങ്. അത് നൈസായിരുന്നല്ലോ. അതൊരു വേറെ ഒരു പുതിയൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ കുറച്ച് റെഫർ ചെയ്തിരുന്നു. അപ്പോൾ അതിന് മനസ്സിലായത് നമ്മൾ ചിലപ്പോൾ ഭാഷനേക്കാൾ മുമ്പ് ഉണ്ടായ സംഭവം മ്യൂസിക്. ഭാഷ ഉണ്ടാവേണ്ടതിന് മുമ്പ് ഉണ്ടായ സംഭവം ആയിരിക്കണം. നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു അന്നത്തെ കാലത്ത് ഭാഷ ഇല്ല, എന്താ പറയുക, ആ സാധനമാണ് നമ്മളെടുത്ത്. അപ്പം അതിൻ്റെ ഇടയിൽ
നമ്മൾ സിഗ്നൽ കൊടുക്കല്ലോ, ഈ നമുക്ക് മനസ്സിലായി ഒരുമിച്ച് നിന്നിട്ടേ കാര്യമുള്ളൂ, എന്നാലേ ടീം വർക്ക് ചെയ്താലേ ഫുഡ് ഇട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് സിഗ്നൽ എടുക്കും, മറ്റേ അങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. മറ്റേതായി പിന്നെ ഇവരൊക്കെ രാത്രി വന്ന് ടൂൾസ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ താളയിക്കാർ ആദ്യം കിട്ടിയ ചിലപ്പോൾ എനിക്ക് തോന്നുക. അതായത് ഒരാൾ വടി ഇങ്ങനെ ഒരക്കുണ്ടാവും, അല്ല അല്ല ഒരാൾ ഒറ്റൻ്റെ ഒരാൾ മറ്റേ ഇത്, അതായത് ഒരു കമ്പ് മൂർച്ച കൂട്ടണം, ഇങ്ങനെ ഒരുതാണ് ഒരു കല്ല് വെച്ചിട്ട്, അതിൻ്റെ ഇടയിൽ വേറെ ആൾ കല്ല് കൊത്തി ഷേപ്പ് ആക്കണം, ടിങ് ടിങ്. ഇതൊരു പാറ്റേണിൽ കേട്ട പോലൊരു രസമുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കിയിരിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ആ പാറ്റേണിൽ തന്നെ. അപ്പോൾ ഒരു ആർക്കൊരു സുഖം. പിന്നെ ഇവർ ഈ പണി ചെയ്യുമ്പോഴൊക്കെ ഇത് തോന്നും. പിന്നെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം എടുക്കുമ്പോഴൊക്കെ ഒരു താളത്തിൽ ഇങ്ങനെ പറഞ്ഞാലൊരു ഒന്നുകൂടി ഒരു യൂണിറ്റി കിട്ടുന്നുണ്ട്, ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിങ്ങനെ ഒരു പാട്ടായി, അല്ലെങ്കിൽ അവർ എപ്പോഴും ഇരിക്കുമ്പോൾ വന്നൊരു സാധനമായിരിക്കണം. പിന്നെ ഈ കാര്യം ഭാഷ ഉണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യം മൂളൊക്കെ കയറി വന്നിക്കല്ലേ, കിളികളെ സൗണ്ട് അനുകരിക്കുക. ഇപ്പോൾ പണ്ട് ഈ കാട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഡേഞ്ചർ സൈൻ എന്താ വെച്ചാൽ, നമ്മൾ കിളികളെ സൗണ്ട് കേൾക്കുമ്പോൾ ഈ നമ്മളെ ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ കിളികളെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമല്ലോ, അവർ അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെ അതെ, അപ്പോൾ പേടിക്കണം എന്നാ പറയാ. ഓ ഇത് പിന്നെ അവർക്ക് പിന്നെ സിഗ്നൽ കൊടുക്കുക ഒറ്റ കാര്യകാരം, മൃഗങ്ങൾ അവിടെ ഒരാൾ വരുന്നുണ്ട്, ഡേഞ്ചറാണ്, മാറിക്കോ. അതാണ് അതില് അവർക്കും മൃഗങ്ങളല്ല, മനുഷ്യന്മാരനെ കിളികളെ സൗണ്ടൊക്കെ ഉണ്ടാക്കും. പണ്ട് ഈ ഗോത്രത്തിലേ ഇപ്പം നമ്മൾ കാട്ടിൽ പോയിട്ട് നമ്മൾ നിൽക്കണേ, നമ്മൾ പെട്ടിരിക്കുക കുട്ടിക്കോ. അപ്പോൾ നമ്മളെ ആൾക്കാർ നമ്മളെ നോട്ട് ചെയ്തിട്ട് ആ ഓൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഗോത്രവർഗ്ഗക്കാരൊക്കെ കിളികളെ സൗണ്ടും നമ്മളെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞിരുന്നു, കിളികളെ സൗണ്ട് അതിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മറ്റേ വിസിലടിക്കുന്നൊരു വില്ലേജ് ഉണ്ടല്ലോ ഇവിടെ, എന്താണ് നോർത്ത് ഈസ്റ്റ് സ്പേസിൽ വിസിലിംഗ് വില്ലേജ് എന്നാണ് പറയുന്നത്. അവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിലടിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പണ്ട് നമ്മളവിടെ അങ്ങനെയല്ല, അതെ നമ്മളവിടെ ഉണ്ടായിരുന്നല്ലോ. മീൻ വിക്കട് ഉപ്പിലും ഇപ്പോഴും അങ്ങനെ തന്നെ, മറ്റേ മീന് ഇപ്പോഴും വിളിക്കും. നമ്മളെ വീട്ടിലൊക്കെ കയറലുണ്ട്. ഇപ്പൊ ഒരു ബൈക്കുമ്പോഴാണ് അയാളും വന്നാ കൂക്കല, എന്തിനാ ഓണടിച്ചാ പോരെ. അതെ, പക്ഷെ അത് ഇപ്പോഴും ഉണ്ട്, സത്യം ഉണ്ട്. അങ്ങനെ ഗുഡ് ന്യൂസ്, നമ്മുടെ സജീർ വളരെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഇന്ന് വരെ പ്രവർത്തിച്ചില്ലാത്തൊരു മേഖല പ്രവർത്തിച്ച മ്യൂസിക് ആൽബത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ ഫേമസ് ഫിലിം സിംഗർ ആയിട്ടുള്ള ജയരാജ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. അല്ല നമ്മളെല്ലാരും വർക്ക് ചെയ്താ അതെ, ഇന്ന് മാത്രം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു. എല്ലാരും നീ ആരൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ? ഇപ്പൊ മലപ്പുറത്ത് സ്റ്റുഡിയോ പറഞ്ഞപ്പോ എനിക്കൊരു ഞെട്ടലായിരുന്നു. അതന്നെ ഞാനും ചോദിക്കണേ, എന്താ മലപ്പുറത്തെ സ്റ്റുഡിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം വന്നത്. ഞാൻ ഒന്നാമത് പുറത്ത് ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്ത് കാണ്ട് ദുബായിലൊക്കെ വർക്ക് ചെയ്ത് കാണ്ട വരുന്നുണ്ട്. പിന്നെ മലപ്പുറത്ത് നൗഷിക്ക് ഉണ്ടായിരുന്നല്ലോ, നൗഷിക്കിന് ഇങ്ങനെ ഒരു ആവശ്യം വന്ന് അവനക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്, ഈ ഒന്ന് നിൽക്കും ഇവിടെ കുറച്ച് ദിവസം എന്നിട്ട് റെഡിയാക്കി പറഞ്ഞു. പിന്നെ അവിടെ നിന്നപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇവിടെ സാധ്യതകളുണ്ട്. നമ്മൾ എറണാകുളമോ പിന്നെ ബാംഗ്ലൂരോ ചെന്നൈ ഒന്നും പോകേണ്ടിയും ആവശ്യമില്ല. നമ്മളെ ഇത് ഓക്കെ ആണെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇപ്പം ഇലക്ഷന് ഞാൻ പറഞ്ഞില്ല, KC ജോർജ്, പിന്നെ അതേപോലെ ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ, രാഹുൽ ഗാന്ധി, പിന്നെ അവിടുന്ന് എന്താ ലക്ഷദ്വീപ് ഫുള്ള് കോൺഗ്രസ്സുകാരതാണ്. അല്ല, പലതും പല ആൾക്കാരുണ്ട്. ഇപ്പൊ പറഞ്ഞത് പേരുകൾ എനിക്ക് പലത് പേരൊന്നും ഓർമ്മ, എനിക്ക് രാഷ്ട്രീയ ആരൊക്കെ പറയും, നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോ നമ്മളിവിടെ മലപ്പുറത്തേക്കാണ് വിളിക്കുന്നുണ്ട്, അവർ എറണാകുളത്തേക്കല്ല വിളിക്കുന്നുണ്ട്. പിന്നെ അല്ല പിന്നെ അപ്പോ അപ്പൊ ഒരു പോസിറ്റീവ് നടക്കുമ്പോടാ നടത്തുമല്ലെങ്കിൽ പിന്നെ നമ്മള് ഒരു പടം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ മലപ്പുറം. കാരണം മലപ്പുറത്ത് കുറെ പടം വന്നിട്ടില്ലല്ലോ. ഇപ്പൊ പണ്ടായിരുന്നു പണ്ട് ചെന്നൈ ആയിരുന്നു ഫിലിമിന്റെ ഒരു പടം ചെയ്യണമെങ്കിൽ. തല്ലുമാലയൊക്കെ മലപ്പുറത്തിന്റെ പടം, മലപ്പുറം പടമാണേ. ഓക്കെ, മലപ്പുറം. പിന്നെ എന്താ ഇത്
ഇപ്പോൾ തമാശ പറഞ്ഞ പടം, പിന്നെ നല്ല നല്ല പടം സുഡാനി ഫ്രം നൈജീരിയ, അതൊക്കെ നമ്മുടെ മലപ്പുറം കൾച്ചറിൽ അങ്ങനെ വന്ന. അത് പണ്ട് ആയിരുന്നു ഇത് ഇങ്ങനെ ഒരു എറണാകുളം ബേസ് വേണം പടം, അല്ലെങ്കിൽ ആ തീം വേണം, വേറെ നാട്ടിലും നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാലക്കാട് വേണം. പണ്ട് കിളിച്ചുണ്ട മാമ്പഴൊക്കെ ഇറങ്ങിയെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു. ശരിക്കും മലപ്പുറം ഭാഷ ശരിക്കും അലമ്പാക്കിയിട്ടല്ലേ മോഹൻലാലൊക്കെ സംസാരിക്കുന്നത്. അത് മലപ്പുറം, അത് ഫാന്റസി ആണല്ലോ. കിളിച്ചുണ്ട മാമ്പഴം ഫാന്റസിയാ, അത് അങ്ങനെ ഒരു സ്ഥലമില്ല. അവിടുത്തെ ഭാഷ എന്തോ ഇപ്പൊ തേന്മാവിൻ കൊമ്പത്തുണ്ടോ, അങ്ങനെ ഒരു നാടില്ല. അത് പക്ക ഫാന്റസിയാണ്. കിളിച്ചുണ്ട മാമ്പഴം ഫാന്റസിയാണ്. ആ ബേസ് കണ്ടാൽ അത് ഓക്കെയാണ്. ഞാൻ എൻജോയ് ചെയ്ത പടമാണ് കിളിച്ചുണ്ട മാമ്പഴം. കാരണം അത് വേറൊരു നല്ല മ്യൂസിക്കാണ്. നല്ല വിദ്യാസാഗർ നല്ല മ്യൂസിക്കാണ്. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് ആൾക്കാരാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയദർശൻ, അപ്പോൾ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കേണ്ടത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. കാരണം അത് എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അത് മലപ്പുറത്ത് നടക്കേണ്ട ഒരു കഥയാണ്. ആ പടത്തിന് കാലഘട്ടമില്ല, ഏത് കാലഘട്ടത്തിലാണ് നടക്കേണ്ടതെന്ന് പറയില്ല. പിന്നെ അതേപോലെ ഇത് ഏത് സ്ഥലമാണെന്ന് പറയില്ല. സ്ഥലത്തിനൊരു പേരുണ്ട്, ഒരു ഇമാജിനറി നെയിം, കൂന്താലിപ്പുഴയുടെ അങ്ങനെ ചിലപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടോ ഇല്ലല്ലോ. കൂന്താലിപ്പുഴ, അതിൻ്റെ തീരത്ത് താമസിക്കേണ്ട ഒരു ഗ്രാമം, അതിൽ താമസിക്കേണ്ട കുറച്ച് ആൾക്കാർ, അവിടെ ഒരു ആചാര്യ ശ്രീനിവാസൻ മറ്റേ. അപ്പോൾ അതൊരു ഫാൻറ്റസിയാണ്. അപ്പോൾ ആ മൈൻഡ് കണ്ടാൽ ഓക്കെയാണ്. എല്ലാ പടം ഇപ്പോൾ നമ്മൾ വാലിബനെ കുറിച്ച് എന്തെല്ലാം അതെ നിങ്ങൾ മനസ്സിലാക്കൂട്ടോ. ആൾക്കാർ മനസ്സിലാക്കും വാലിബ എന്തായിരുന്നു. പണ്ട് ഡബിൾ ബാരൽ പറഞ്ഞ പോലെ, ഡബിൾ ബാരലൊക്കെ എനിക്കൊക്കെ രോമാഞ്ചം വന്ന പടാ. അപ്പോൾ ഇത് തിയേറ്ററിൽ ഫ്ലോപ്പ്. പക്ഷെ അതേപോലെ ഇക്കാരം വാലിബന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തിയേറ്ററിൽ ഞാൻ 2 വട്ടം പോയി. എന്തിനാണ് 2ാമത്തെ വട്ടം പോയത്? ഫസ്റ്റ് വട്ടം പോയപ്പോൾ കുറേ ആൾക്കാർ ബാക്കിൽ നിന്ന് തെറിയൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് പടം കാണാൻ ഡിസ്റ്റർബായി. അപ്പോൾ പടം കണ്ടു, പക്ഷെ പിന്നെ ഒന്നും കൂടി ഒന്ന് സമാധാനമായിട്ട്. അപ്പോൾ നന്നായി, ആൾക്കാരില്ലാന്ന്. ആൾക്കാർ വല്ലാതെ കമന്റ് അടിച്ച് കൊല്ലൂല്ലേ പടത്തിനെ, ചില പടത്തിനെ വെറുതെ തെറിയൊക്കെ വിളിക്കുക. എന്തിനാ ശരിക്കും അങ്ങനെയല്ല കാണണ്ടേ, ഉണ്ടാതിരുന്ന കാണണ്ട. എന്തുണ്ടെങ്കിലും അടക്കി വെക്കുക. ഇത് ദേഷ്യം പിടിച്ച് ഓക്കെ. ഇത് മറ്റുള്ള കുറേ ആൾക്കാരില്ലേ തിയേറ്റർ ആകുമ്പോൾ, ഫാമിലീസ് ഉണ്ട്, കുട്ടികളുണ്ട്, അവിടെ തെറി ഒക്കെ പറഞ്ഞിട്ട് അവരെ നാറ്റിക്കുക. അപ്പോൾ അത് നമ്മളെ വില തന്നെയല്ലേ ഇടിഞ്ഞു പോകുന്നുണ്ട്. സത്യം. അപ്പോൾ അത് ഓല് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അത് ബാക്കിയുള്ളവനെ എൻജോയ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുള്ള ഓക്കെയാണ്, അഗ്രി ചെയ്യുന്നുണ്ട്. വിചാരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല ആണ്ട് ഇറങ്ങിപ്പോയിക്കോ. അതെ അതെ, എനിക്ക് പറ്റൂല. എനിക്ക് ലാസ്റ്റ് വരെ കാണും വേണം, ലാസ്റ്റ് വരെ തെറിയും പറയും വേണം. സത്യം സത്യം. ഇപ്പടുത്ത് എനിക്ക് മുണ്ടാതെ കാണുകയാണ് അതിൻ്റെ കറക്റ്റ് രീതി. മുണ്ടാതിരുന്ന് കാണുക. എനിക്കിപ്പോൾ നമ്മൾ മറ്റേ ആടുജീവിതം പോയില്ലേ, അപ്പോൾ യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ ഫാമിലിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള വേറെ 2 ഒരാൾ കണ്ടതാണ് പടം. എന്നിട്ട് ഓനിങ്ങനെ ഓരോ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പറ്റൂല. കാരണം ഞാൻ 2 സീറ്റ് പുറത്താണോ എൻ്റെ കുട്ടു എൻ്റെ അടുത്തുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോന്ന്. നീ അടുത്തൊക്കെ പറയാം, അടുത്ത സീൻ ഇതാണ്. എടാ ഈ കണ്ടു എനിക്ക് പറയാം. ഞാൻ ഓനേറ്റവും അത്ര ക്ലോസും അല്ല. അന്ന് യാദൃശ്ചികമായിട്ട് നമ്മളൊപ്പം പെട്ടതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ചില പടങ്ങൾ നമ്മൾ ഒറ്റക്ക് കാണണം. തിയേറ്ററിലാണെങ്കിൽ ഒറ്റക്ക് പോയി കാണും. ഞാൻ ചിലപ്പോൾ അങ്ങനെ പോകും. കുറേ ഗ്രൂപ്പൊന്നും വേണ്ട. ചില നമ്മൾ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഒരു ഹോട്ടലിൽ നിർത്തുകയാണെങ്കിൽ എടാ ഇതിൽ നിർത്തിയാൽ മതിയോ ചോദിക്കുമ്പോൾ അല്ല അതല്ല, നമുക്ക് അടുത്ത് വേറെ അഭിപ്രായങ്ങൾ വരും. ഇത് നമുക്ക് പറ്റിയെടുത്ത് നമ്മൾ നിർത്തിയാൽ മതി. അപ്പോൾ ട്രാവൽ ചെയ്യാനും പടം കാണുമ്പോഴൊക്കെ ചിലപ്പോൾ ചില പടങ്ങൾക്ക് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടതാണല്ലേ. അല്ലേ? പറ്റിയാലും പറ്റിയില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ മതി. വെറുതെ എനിക്കിഷ്ടാവാത്തോണ്ട് എനിക്കും ഇഷ്ടാവരുത് അതൊക്കെ ആവശ്യമില്ലേ. നമ്മളെ എന്താ വീക്ഷിക്കുന്ന ആളുടെ ഇഷ്ടം പോലെയാണ്. എനിക്ക് ഈ പടം പറ്റിയോ, അല്ല ഈ പടം കണ്ടോ, എങ്ങനെയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായല്ലോ, ഞാൻ കണ്ടല്ലോ, അത് എന്ത് പടം അവിടെ ഇങ്ങനെ ആക്കി, ഓല് ഇങ്ങനെ ആക്കി, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര നോക്കിയാൽ മതി. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ റിവ്യൂ പറയേണ്ട കുറേ ആൾക്കാർ വെറുതെ ഒന്നും അറിയാതെ റിവ്യൂ പറയുന്നവര്. പക്ഷെ നമുക്ക് ആകെ ആൾക്കുള്ള എക്സ്ക്യൂസ് എന്താ അറിയോ, ഞങ്ങൾക്ക് എന്താ പറഞ്ഞൂടെ, ഞങ്ങളും പൈസ കൊടുത്ത് പടം കാണണ്ടോലല്ലേ, ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ പറയും. അതെ, അത് ശരിയാണ്. ജനാധിപത്യത്തിലായിട്ട് ഒന്നും പറയാനും ഇല്ല അതില്. പക്ഷെ
ചില കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര ബോറായിട്ടാണ് അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ആ വാലിബനൊക്കെ ശരിക്കും നമ്മള് റിവ്യൂ കേട്ടിട്ട് പോവാതിരുന്നിക്കുകയാണെങ്കിൽ നഷ്ടമായി നഷ്ടമായി പോയിരുന്നു. അത് തിയേറ്ററിൽ നിന്ന് കണ്ടില്ലെങ്കിൽ എമ്മാടി നഷ്ടമായിരുന്നു. കുറെ ആൾക്കാർക്ക് നഷ്ടമാണ് അത് കണ്ടില്ലെങ്കിൽ. ഭയങ്കര തിയേറ്ററിൽ നിന്ന് കാണണത്, അത് ടി വിയിലൊന്നും എഫക്ട് കിട്ടൂല. നമ്മള് പടം കണ്ടതിന് ശേഷം നിങ്ങൾ വേറെ ദിവസം പോയത്, ഞാൻ വേറെ ദിവസം പോയത്, പക്ഷെ നമ്മള് ഒരു 1.5-3 മണിക്കൂറോളം ആ പടത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അത്രയും ഡിസ്കസ് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഞങ്ങൾ ആ പടം കഴിഞ്ഞിട്ട് ഞാനും ദിലീപും ഞങ്ങളെ പോയത്, ഞങ്ങള് തുള്ളി കളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു ഇങ്ങനെ ഫുൾ. കാരണം അമ്മാരി എഫക്റ്റ് ആണ് തന്നത്. കാരണം ഒരു അനിമയൊക്കെ കാണുന്ന ഫീൽ ആയിരുന്നു ശരിക്കും. വേറൊരു ലോകാണ്. ആ സത്യം, ആ ഫാന്റസി വേറെ ലോകാണ്. ഒരു അനിമ, ഓരോ ബോസുകൾ വരുന്നുണ്ട്. വാലിബന് ഫ്രെയിംസ്, യൂസ് ചെയ്തിട്ട് കളേഴ്സ് ഓരോ പോർഷനിലും. ക്ലൈമാക്സ് വരുമ്പോ യെല്ലോ വരുന്നത്, റെഡ് വരുന്നൊക്കെ എന്ത് രസമാണ്. ആ ബ്രിട്ടീഷുകാർ അവിടെ ഫുള്ള് റെഡ് വെച്ചിട്ടുള്ള, പോർച്ചുഗീസുകാർ അവിടുന്നുള്ള യുദ്ധം തന്നെ കണ്ടില്ലേ. നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാണല്ലോ. ആദ്യം നമ്മള് ആൾക്കാർ ജയിക്കും, പിന്നെ നമ്മളാൾക്കാർ തോൽക്കും, പിന്നെയും ജയിക്കും, പിന്നെയും തോൽക്കും, പിന്നെയും ജയിക്കും. എങ്ങോട്ടത് പോകണമെന്ന് പൊളി. അതെ, ഒന്നും പറയല്ലേ. അതെ, രണ്ടിന് വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. LJP എപ്പോഴും LJPയുടെ ആമേന് അല്ല, ഇനി അത് സെക്കൻഡ് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് ആയതുകൊണ്ട് ഇറക്കുമെന്ന് അറിയില്ല. ഇറക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മള് ചില ഈ ക്രൗഡ് ഫണ്ട് കൊടുക്കും, നമ്മള് സപ്പോർട്ട് ചെയ്യേണ്ടവര്. അല്ല, നമുക്ക് കാണണേ അത് എന്താണെന്ന് അറിയണം. ആമേന് ഇഷ്ടമായിട്ടില്ലായിരുന്നു എനിക്ക്. എന്ത് നല്ല മ്യൂസിക് ഒക്കെ ആമേന്. അതേപോലെ മറ്റേതുണ്ട്, എന്താ ഈമയ്യോ. ഈ LJP ഭയങ്കരമായിട്ട് ട്രാക്സിന് യൂസ് ചെയ്യുന്നുണ്ടല്ലേ മ്യൂസിക്. അയാൾക്ക് ഒരു മൈൻഡിലൊരു സാധനമുണ്ട്, അത് വേണം. അപ്പോൾ അത് കൊടുക്കേണ്ട ആളെ തന്നെ എപ്പോഴും ഒപ്പം നിർത്തുന്നുണ്ട്. പ്രശാന്ത് പിള്ള മുപ്പര. ആമയിലെ ലാസ്റ്റത്തെ എനിക്ക് ഞാൻ സൗദിയിൽ നിന്നാണ് ആമയും കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിലിട്ട് കണ്ടിട്ട് ലാസ്റ്റത്തെ കുറച്ച് ഭാഗം കറക്റ്റായിട്ട് കോപ്പി ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ആ ബാൻഡ് സെറ്റിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ ക്രാഷ് ആവുന്നത്. പിന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് കാണാതെ ഇങ്ങനെ ഉറങ്ങുക. ഇതെന്താണ് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഞാൻ ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് പിന്നെ കണ്ടിട്ട് ഉറങ്ങി. അതൊരു പടം തന്നെയാണ്. കാരണം അവര് ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം ചെയ്യുന്നതിനെക്കാട്ടും ബജറ്റ് ഉണ്ട് അതിന്. ആ പള്ളിയൊക്കെ ഉണ്ടാക്കിയതാ, അതിലെ ചർച്ച് അവര് സെറ്റ് ഇട്ടോ. കാരണം അത് പൊളിക്കണം ലാസ്റ്റ്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ കുറേ പടങ്ങൾ തിയേറ്ററിൽ ഫ്ലോപ്പാണ്. കുറേ പടങ്ങൾ. പക്ഷെ ക്ലാസിക്സ് അല്ലേ, എന്നും നിലനിൽക്കുന്ന സാധനം. കാര്യമില്ലല്ലേ, പൈസ. ഇത് ഇപ്പോ നമ്മളൊരു പടം ഇറങ്ങിയാണ്ട് 100 കൊല്ലം കഴിഞ്ഞാണ്ട് അത് ടോപ്പായിരുന്ന പടം. എടാ, ഇവിടെ ഞങ്ങൾ ഇറക്കിയപ്പോൾ ഞങ്ങൾക്ക് ഒരു 5 പൈസ കിട്ടിയില്ല. ഞങ്ങൾ എന്നിട്ട് നരകിച്ചാണ്, പ്രൊഡ്യൂസർ തൂങ്ങിച്ചത്ത്. അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പത്മരാജൻ ഡയറക്ടർ ഉണ്ടല്ലോ, മൂപ്പരെ പറ്റിയൊരു കേട്ടിട്ടുണ്ട്. എന്താ സത്യാവസ്ഥ എനിക്കറിയില്ല. മൂപ്പരെ ഏതോ ഒരു ലാസ്റ്റ് പടം, മറ്റേ ഞാൻ ഗന്ധർവന ഏതോ ഇറങ്ങിയതിന് ശേഷം അവർ ഡിപ്രഷൻ അടിച്ചുകൊണ്ടാണ് മരിച്ചത്. അത് ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പ്രേക്ഷകർ. പക്ഷേ ആ പടം ഇപ്പോഴും മലയാളത്തിൽ ക്ലാസിക്കാണ്. അയാളെ കൊന്നു ആ പടം, പ്രേക്ഷകർ അന്നത്തെ പ്രതികരണം കൊണ്ട്. പക്ഷെ ഇപ്പോഴും റെലവെന്റ് ആയിട്ട് പത്മരാജ മൂപ്പരും മരിച്ച്. പക്ഷെ പ്രശ്നമാണ്, ആ അംഗീകരിക്കേണ്ട ചിലവർക്ക് അപ്പം മനസ്സിലാവില്ല. പക്ഷെ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അംഗീകരിച്ചിട്ട് അത് സംഭവം ഇട്ട് ചെന്ന് ചെയ്ത് എനിക്ക് അന്ന് തന്നെ കൊണ്ട് പറയാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. സത്യമാണ്. കാരണം വെച്ചാൽ എന്താണ്, എല്ലാ ഇപ്പോൾ നമ്മളെ ഇയാളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഒരു ഫേമസ് ആയിട്ടുള്ള വാൻഗോ പറഞ്ഞിട്ടുള്ള പെയിന്ററൊക്കെ ഉണ്ടല്ലോ, അയാള് മരിച്ചതിന് ശേഷമാണ് അയാളെ പെയിന്റിംഗ് ഒക്കെ. വാൻഗോന്റെ പെയിന്റിങ് അയ്യോ കോടികള്. അയാൾക്ക് അത്ര വാല്യൂ ഉണ്ടെന്ന് പോലും മരിക്കണേനും പറയില്ല. അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, നോക്കണത്. പക്ഷെ അങ്ങനെ തന്നെയാണ്. അല്ല, ഇപ്പോ നമ്മുടെ മലപ്പുറത്തിന്റെ കുറെ നല്ല കലാകാരന്മാരുണ്ട്.
അതായത് ഭയങ്കര ടാലൻറ്റ്. ഞാൻ സ്റ്റുഡിയോ ബേസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടുകൊണ്ട് ഇപ്പോൾ അവിടെ പക്ക ലോക്കൽ ആൾക്കാരും എല്ലാം ഉണ്ട്. അതായത് ഒരു ശ്രുതിയിൽ പാടാൻ കഴിയില്ല, താളത്തിൽ പാടാൻ കഴിയില്ല. എന്നിട്ട് ഞാനൊക്കെ ഇങ്ങനെ ആ സ്ക്രീനിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ അവർ കാണരുതല്ലോ നമ്മുടെ വോക്കൽ ബൂത്ത് നിന്ന്. എന്നിട്ട് ഞാൻ തലക്ക് എങ്ങനെ നോക്കും, മറ്റേ പപ്പു കാണിക്കുന്ന പോലെ. എന്തിനെങ്ങനെ ഇതിൽ കാണുന്ന മാതിരി ഓട്ടോ ട്യൂൺ ഇങ്ങനെ അവരിങ്ങനെ വേണ്ട, പാടി പോയിന്റ് ശേഷം ചെയ്താൽ മതി. പക്ഷെ ചെയ്യേണ്ട എത്ര നേരം ഇരുന്ന് ചെയ്യണം എന്നാ റെക്കോർഡിങ്ങിലെ ഇത് ചെയ്യണമെങ്കിൽ വേറെ റേറ്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് അതൊന്നും പറയാൻ പറ്റൂല, നിങ്ങൾ പാടാൻ അറിയില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഇത്ര ഇൻസൾട്ട് ചെയ്ത് കണ്ട് അതിനുള്ള ചാർജ് നമുക്ക് ചിലപ്പോൾ മേടിക്കാൻ പറ്റൂല. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ വരുമ്പോൾ നമ്മൾ പറയും നമ്മൾ ബിസിയാണ് കുറച്ച് അങ്ങനെയാണ്ട് ഇതാക്കി വിടലാണ്. കാരണം നമ്മൾക്ക് വിചാരിക്കും ചിലപ്പോൾ ഇവരോടൊക്കെ ആരാ പറഞ്ഞു നിങ്ങൾ നല്ല പാടുന്ന്. അപ്പോൾ എന്തോ ഓരോരുത്തരുടെ ആഗ്രഹമാണ്, പക്ഷേ ആരോ മൂപ്പിച്ച് വിട്ടാണ്. ശരിക്കും ഇപ്പോൾ ഓട്ടോ ട്യൂണൊക്കെ യൂസ് ചെയ്താൽ എല്ലാവരും പാടിക്കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റുമോ? ഒരു പരിധി വരെ. അതായത് പാട്ട്, അതായത് നമുക്ക് ശ്രുതി അതിൻ്റെ പിച്ച് കറക്റ്റ് ഇപ്പോൾ സംസാരിച്ചവരെ തന്നെ നമുക്ക് പാട്ടാക്കി മാറ്റാം. പറ്റും. പക്ഷേ അതിൽ പാട്ടിൽ അതിൻ്റെ ഒരു സോളുണ്ട്. അതായത് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. എക്സ്പ്രഷൻസ് അല്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് മെയിൻ പോയിന്റാണ്. കാരണം നമ്മുടെ പാട്ട് പാടുമ്പോൾ എക്സ്പ്രഷൻസ് ഒരിക്കലും കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു വിഷമത്തിലൊരു പാട്ടാടാണ്, അല്ലെങ്കിൽ ഹാപ്പിയിൽ പാട്ടാടാണ്, അത് വെറുതെ വർത്താനം പറഞ്ഞത് ഹാപ്പി മൂഡിക്ക് ആക്കാൻ പറ്റൂല. മനസ്സിലായി? അത് ഹാപ്പി മൂഡിൽ തന്നെ പാടന്നെ വേണം. ഒരു അല്ലെങ്കിൽ ഒരു സ്ലോ മറ്റേ ഒരു ഫീലിംഗ് സോങ് പാടുകയാണെങ്കിൽ അത് നമ്മൾ ആ ഫീലിങ്ങോട് കൂടി പിന്നെ പാടണം, എന്നാലും അതിൻ്റെ എക്സ്പ്രഷൻ മാച്ച് ആവുള്ളൂ. നമുക്ക് പാടേണ്ടൊക്കെ കറക്റ്റ് ചെയ്യാം, അതൊക്കെ കറക്റ്റ് ചെയ്യാം. എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഡേവിഡ് ഗെറ്റയുടെ ടൈറ്റാനിയാണ്. അതിലെന്താ വെച്ചാൽ അത് ആ പാട്ട് ചില സമയത്ത് കേൾക്കുമ്പോഴേ ഓട്ടോ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇപ്പോൾ പാടാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും ശരിയാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു പരിധി വരെ നമുക്ക് ശരിയാക്കാം. അതായത് അവരെ ശ്രുതി മാറിയത് നമ്മൾ ഒന്ന് വരച്ച് മെലോഡൈൻ ചെയ്ത് കറക്റ്റാക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം അത്യാവശ്യം പാടാൻ കഴിയണം, എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും പാടാൻ പറ്റാത്ത ആളാ നമുക്ക് ചിലപ്പോൾ ഒരു 5000 രൂപ പറഞ്ഞാലും നമ്മളിപ്പോൾ സംസാരം വരെ നമ്മൾ പാട്ടാക്കാം. പക്ഷെ അതിൽ ഒരു സോൾ ഉണ്ടാവില്ല. നമ്മളൊരു സോള്, പാട്ടിൻ്റെ സോള് പറഞ്ഞാലും അവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഒരു ഫീലിംഗ് സോങ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഗാനം പാടുമ്പോൾ ഒരു ആ മൂഡിൽ പാടണം. അത് എന്തായാലും ഒരു AI ടെക്നോളജിക്ക് എന്തായാലും പറ്റൂല. നമ്മളെ സൗണ്ട് വരെ ഇപ്പൊ പറ്റൂല. പക്ഷെ അത് എക്സ്പ്രഷൻസ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടുന്നാലും അതൊരു ഏക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ അനുസരിച്ചല്ലേ ചെയ്യണുള്ളൂ. എന്നാൽ വേറൊരാൾ ഒരു പാട്ട് പുതിയൊരു സിംഗർ വന്നു, അയാളുടെ ഒരു വേറെ ശൈലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പുതിയൊരു സിംഗറെ ഇഷ്ടപ്പെടുന്നത്. പണ്ട് ജാസിഫ്റ്റ് വന്നു, ലജ്ജാവതിയെ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യോ? അങ്ങനത്തെ ഒരു സൗണ്ട് വന്ന്. പക്ഷെ അയാള് ആ ശൈലി അതിപ്പോ ഇപ്പത്തെ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു സൗണ്ട് പറഞ്ഞാണ്ട് ഏക്ക് നമുക്ക്, അല്ലെങ്കിൽ അയാളൊരു എക്സ്പ്രഷൻ, അയാൾ പാട്ട് പാടുമ്പോ ഓരോ വരി കഴിഞ്ഞിട്ടൊരു ശ്വാസം വിടലുണ്ട്, ലജ്ജാവതിയെ അത് ഇപ്പോൾ നമുക്ക് ഏക്ക് ഫീഡ് ചെയ്ത് കാണ്ട് ഇങ്ങനൊരു പാട്ട് പാടുമ്പോൾ ഇയാള് ഇങ്ങനെ കൊടുക്കും. അത് എന്നാലും കുഴപ്പമില്ലാത്ത സാമാന്യ രീതിയിൽ പാട്ട് പാടാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉഷാറാക്കാം. അത് മാക്സിമം നമ്മൾ കൊണ്ട് ചെയ്യിക്കാം. അല്ലാതെ ഒരു പാട്ടും ഒരു ശ്രുതിയിലും എനിക്കൊന്നും പാടാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പാടാല്ല, നമ്മൾ ഇവിടുന്ന് പാടണ്ടല്ലേ. അപ്പൊ അതൊക്കെ മതി അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും മതി നമുക്ക്. പക്ഷേ ഇത് പല ആൾക്കാരും മീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതായത് നമ്മൾ ചോദിച്ചു പോവും. വ്യക്തിപരമായിട്ട് ഞാൻ പറയല്ല, പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ പ്രഷറിലായി കാരം. അപ്പോൾ നമ്മൾ മനസ്സിനോട് തന്നെ ചോദിച്ചു പോകും, ഇയാളോട് പാരാ പറഞ്ഞത് ഇയാൾ നല്ല പാട്ട് പാടും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യേണ്ടത്.
പക്ഷേ അത് പിന്നെ പിന്നെ കുറെ ആൾക്കാർക്ക് താല്പര്യമാണ്. പിന്നെ പോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ നിന്നൊക്കെ പാടുമ്പോഴേ അക്കോസ്റ്റിക്സ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇപ്പൊ യേശുദാസിന്റെ പാട്ട് ബാത്റൂമിൽ നിന്നിട്ട് പാടുമ്പോൾ നല്ല റിവർബ് ഉണ്ട്, നമുക്കും പാടാൻ പറ്റുന്നുണ്ട്, നമ്മൾ നല്ല പാട്ടുകാരനാണ് തോന്നൂല. അത് വേറെ ആരും കേൾക്കൂലല്ലോ. നമ്മളെന്നല്ലേ കേൾക്കുന്നത്, നമ്മളെന്നല്ലേ മാർക്കിടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. ഓക്കെ. പക്ഷെ ഒരു റിവർബ് എന്നൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് സംസാരിക്കേണ്ടിങ്ങാട്ടിയും കുറച്ചും കൂടി ഒരു രസമുണ്ട്. ഒരു റിവർബ് അടഞ്ഞ് കിടക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല, സൗണ്ട് അബ്സോർവ് ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല. അപ്പോൾ അവിടെ ആ റിവർബ് ഉണ്ടാവും, അപ്പോൾ നല്ലൊരു സുഖമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നല്ല പാട്ടുകാരൊന്നല്ല. ഞാൻ ചോദിച്ചാൽ നല്ല പാട്ടുകാരനാണത്. അത് പുറത്തുനിന്ന് ഒരാൾ കേൾക്കണേ. കക്കൂസ് പാടുമ്പോ നൈസായിട്ട് പാടുന്നുണ്ട്, അവിടെ നിന്നല്ലേ പാടാൻ പറ്റുന്നുള്ളൂ. സത്യം. അത്രേ ഉള്ളൂ. പിന്നെ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വലിയൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ ക്രെഡിറ്റ് എടുക്കുന്നതാണ്. അത് നല്ലോണം നടക്കുന്നില്ലേ? അത് നല്ലോണ്ട്. ഇപ്പോൾ പണ്ട് മുതലേ ഉണ്ട്. അതായത് ചിലപ്പോൾ ഒരു സോങ് വേറെ ആൾക്കാരും ചെയ്തേക്കുക, അപ്പോൾ അവർ പടത്തിൻ്റെ ബേസിലായിട്ട് പറയണമെങ്കിൽ ചാൻസ് ചോദിച്ചു വരും. അപ്പോൾ ചിലപ്പോൾ പണ്ട് കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മറ്റേ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന പടം ഉണ്ടല്ലോ, അത് വിനയൻ്റെ പടമായിട്ട് വിനയൻ്റെ പിന്നെ ഡയറക്ഷനിൽ വന്ന അവൻ്റെ വിനയൻ്റെ തിരക്കഥിതായിട്ട്. പക്ഷെ അത് ശരിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മളെ ചാർലി ഇല്ല, ചാർലിൻ്റെ അച്ഛനാണ് ആ തിരക്കഥ. എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവൻ പറഞ്ഞെന്ന കഥയാണ്. എന്നിട്ട് ഇയാൾ ചാർലിൻ്റെ അച്ഛന് പിന്നെ വിനയൻ്റെ അടുത്ത് കഥ പറയാൻ പോയി. ഇതെന്താ അത്, ഒരു കണ്ണൊട്ടൻ, അവിടെ 2 പെങ്ങന്മാർ, ഇത് നടക്കൂല, വെയ്ക്കു പറഞ്ഞു. പിന്നെ അടുത്ത മാസം അയാൾ പടത്തിൻ്റെ ഷൂട്ടിങ്, ഏകദേശം ഇതേ തീം. ഇയാളാകെ ഷോക്കായി, ഇയാൾ കേസ് കൊടുത്തു, മറ്റേതായി, ഇയാൾ തോറ്റു. കാരണം അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ മതി. അതായത് ഈ കണ്ണൊട്ടന് ഒരു ഒരു പെങ്ങളെ ഉള്ളൂ എന്നുള്ളിടത്ത് അതിനൊരു കൂട്ടുകാരി ഉണ്ടായി. പിന്നെ അപ്പോൾ വില്ലനെ മാറ്റായി. ഇത് ഈ കഥ അല്ല, പക്ഷെ കണ്ടന്റ് ആ ഓൺലൈന് ആ സംഭവം തന്നെയാണ്. അത് സിമ്പിളാണ്. ഇപ്പം നമ്മളൊരു കഥ അക്ഷയ് എഴുതിയ മറ്റേ കൂപമണ്ടൂകം പറഞ്ഞൊരു ഇതേപോലെ എന്തെങ്കിലും നടക്കട്ടെ വെച്ചിട്ട് അക്ഷയ് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടന്നു. അതായത് ഇങ്ങനെ ഒരു കഥ ഉണ്ട് ഇതിൻ്റെ അടുത്ത്, ഡയറക്ടേഴ്സിനോടും അല്ലെങ്കിൽ ആ ഫിലിം ഫീൽഡായിട്ട് ബന്ധപ്പെട്ടവരും. പിന്നെ നമ്മൾ ഒരാൾ പിന്നെ പ്രൊഡ്യൂസർ റെഡിയായി തിരക്കഥ നമ്മളെ സ്റ്റുഡിയോയിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കണം. ഒരു 75% ഒക്കെ ആയപ്പോൾ നമ്മൾ വേറെ അറിയണം, അത് ഇതേ പേരിൽ അല്ലെങ്കിൽ ഇതേ സാമ്യമുള്ളൊരു പേരിൽ ഇതേ ഒരു സബ്ജക്റ്റ് ഇന്ദ്രൻ സേട്ടനെ വെച്ചിട്ട് പാക്കപ്പായി. അതായത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പാക്കപ്പായി. നമ്മളെ കഥ തന്നെയാണ്. ഉറപ്പല്ല. അവിടെ തുമ്പിള്ള് പൂമ്പാറ്റ, കത്തിള്ള് മറ്റേത് എന്താ ആരോപണങ്ങളാട്ടത് ഉണ്ട്. ഇത് ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കേണ്ടതാണ്. ക്രെഡിറ്റ് പറഞ്ഞപ്പോൾ എനിക്കൊരു 10-12 വർഷമുള്ള അനുഭവമാണ്. മറ്റേ എൻ്റെ ഒരു മ്യൂസിക് അത് ടീം വർക്ക് തന്നെ ആയിരുന്നു, അങ്ങനെയും പറയില്ല. പക്ഷെ അത് മൊത്തം ഒരാൾ പേരിൽ വന്നു, ഞാനൊക്കെ തകർന്നു പോയി. എടാ ഇപ്പം തന്നെ ചെയ്യുമോ ഇവൻ്റെ പേരിൽ? പക്ഷെ അത് വലിയ ഹിറ്റാവും ആ സോങ്. അതൊന്നുമല്ല, നമുക്കൊരു നമ്മളൊരു ഫസ്റ്റ് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിനുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പക്ഷെ അത് വേറെ ആളെ ക്രെഡിറ്റിലാണ് വന്നത്, അല്ലെങ്കിൽ അവൻ്റെ മാത്രം ക്രെഡിറ്റിലാണ് വന്നത് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് സ്ഥിരം നടക്കേണ്ട സംഭവമാണ്. അപ്പോൾ ക്രെഡിറ്റ് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ തോന്നൂല. കാരണം നമ്മളെ എഫേർട്ടാണത്, നമ്മളെ പ്രൊഡക്റ്റാണ്. അത് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് കണ്ട് കൊടുക്കാൻ പറ്റൂല. അത് അല്ലെങ്കിൽ മാന്യമായിട്ട് പൈസ എന്നിട്ട് വാങ്ങുകയാണെങ്കിലൊക്കെ അല്ലേ, ആയിക്കോട്ടെ. നിൻ്റെ അടുത്തൊരു കഥ ഉണ്ട്, ഇത് ഞങ്ങൾക്ക് കൊണ്ടാ, ഇത്ര പൈസ എനിക്ക് തരാം, ഇതിൻ്റെ തിരക്കഥയും ബാക്കിയും ഞങ്ങൾ ചെയ്തു. എന്നാലും ആ കഥ മൂലകഥ അല്ലെങ്കിൽ അത് ഇയാളുടെ പേരിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ അതിനുള്ള പൈസയും കൂടി തരട്ടെ, നമുക്ക് വിൽക്കാം. ഓക്കെ ഓക്കെ, പ്രശ്നമില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇത് അറിയാതെ പിറ്റേ ദിവസം ഒരു ചതി മാരിയല്ലേ. നമ്മൾ അറിയണം, നമ്മളെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ കാര്യം ചിലപ്പോൾ ഉണ്ടാവും. അത് ഇൻഡസ്ട്രിയിൽ നടക്കേണ്ട സംഭവമാണ് സ്ഥിരം. ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്ന മാതിരി ഇപ്പോൾ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഈ ഉള്ളിൽ നടക്കുന്ന കളികൾ എന്തൊക്കെയാണ് മേജറായിട്ടുള്ള? ഈ കുതികാൽ വെട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കമ്പോസിൻ്റെ കാര്യമാണെങ്കിലും വരികളുടെ കാര്യമാണെങ്കിലും നമുക്ക് തന്നെ കുറേ പ്രശ്നം വന്നിട്ടുണ്ട്. ഇതേപോലെ ഓരോ ക്രെഡിറ്റ് ചിലപ്പോൾ
ചിലവർ വന്ന് നിർബന്ധമായിട്ട് ചോദിച്ചു വാങ്ങും, ക്രെഡിറ്റ് എനിക്ക് വേണം. എനിക്ക് വേണം. അതെന്താ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ന്യായം പറയും. എന്താ ന്യായം പറയാ? അല്ല ഞാനല്ല ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒപ്പം കൂട്ടി റെഡിയാക്കി, അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം മാന്യമായിട്ട്, ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടെ എൻ്റെ പേര് ഇതാക്കിക്കൂടെ, അങ്ങനെ മാന്യമായിട്ട് ചോദിക്കണം. അതങ്ങനല്ല, ഞാനവിടെ ഇതായിരുന്നു മറ്റേതാണ്, അതുകൊണ്ട് എനിക്കിത് വേണം, തന്നേ പറ്റൂ. അങ്ങനൊക്കെ ഓരോ അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, കൊടുത്താലും പിന്നെയും മറ്റേതും കൂടി അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൊടുത്താൽ പിന്നെയും വേണമെന്ന് അറിയോ? അല്ല മറ്റേതും കൂടി അടുത്ത വേറെന്തെങ്കിലും കൂടി എനിക്കൊരു ക്രെഡിറ്റും കൂടി കൊടുക്കണ്ടല്ലോ കൊടുത്ത്. അപ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, മറ്റൊക്കെ ഉണ്ടാവും. ഇത് സ്ഥിരം നടക്കേണ്ട തന്നെയാണ് അത്. ഇപ്പോൾ കഥകളുടെ കാര്യത്തിലായാലും ഇപ്പോൾ എല്ലാ വർഷവും ഇത് കോർട്ടിൽ ഓരോ ഫിലിമിൻ്റെ കഥകൾക്ക് ഇതുപോലുണ്ട്, കേസ് പോലുണ്ട്. ഇതിൻ്റെ കഥയാണ്, ഇയാൾ കട്ടെടുത്താണ്, അത് സ്ഥിരം നടക്കേണ്ടതാണ്. കാരണം ഒരാൾ കഥ ഉണ്ടാക്കിയാൽ ഇത് ആരോടെങ്കിലും പറയണ്ടേ, ഫിലിം ബന്ധപ്പെട്ട അതിൽ വർക്ക് ചെയ്യേണ്ട ഒരാളോട് പറയണമല്ലോ, പറയും. പിന്നെ അറിയാം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അതേപോലെ ഒരു കഥ വന്നു, ഇയാൾക്ക് പ്രൂഫില്ല, അല്ലെങ്കിൽ എല്ലാവരോടും എങ്ങനെ ചെയ്യേണ്ടവരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ അക്ഷയൻ്റെ ആ തിരക്കഥയിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യം അത് പേപ്പറിലാക്കുക, നമ്മുടെ കഥ രജിസ്റ്റർ ചെയ്യുക അല്ലേ, രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പോസ്റ്റലായി ആർക്കെങ്കിലും അയക്കുക. ഇപ്പം നിനക്ക് അയക്കുക, എനിക്ക് അയക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കുക ഞാൻ തന്നെ, അല്ലെങ്കിൽ മെയിൽ ചെയ്ത് വെക്കുക. ഈ 2-3 പ്രൊസീജിയർ ചെയ്തിരിക്കണം. അപ്പോൾ സേഫായി, ഇത് നമ്മളതാണ്. പിന്നെ സീൽ ചെയ്ത് കണ്ട് പൊട്ടിച്ചിട്ടുണ്ട് അവര് കോടതിയിൽ. നമ്മൾ അങ്ങനെ തന്നെ ആ ഡേറ്റില് നമ്മൾ കയ്യിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ധൈര്യത്തോടെ ആരോടും പറയാം. അതാണ് അപ്പൊ ചെയ്യേണ്ടത്. നമുക്ക് ധൈര്യത്തോടെ ആ കഥ പിന്നെ ആരോടും പറയാം, ഇത് നമ്മളതാണ്, ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരാളോടും നമ്മളൊരു 1 ലൈൻ പോലും നമ്മളൊരു ഐഡിയ ഇൻഡസ്ട്രി ഷെയർ ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റൂല. അല്ലെങ്കിൽ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് ഒന്നും ഒപ്പുവെക്കാൻ പറ്റില്ല, പുറത്തേക്ക് വിടാൻ പറ്റുക. NDA എന്നൊക്കെ പറയില്ലേ, നോൺ ഡിസ്ക്ലോഷർ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യും. അതൊക്കെ പിന്നല്ലേ, ഇത് ആദ്യം നമ്മൾ ഒരു ചാൻസ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ അടുത്തൊരു ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു കഥ ഉണ്ട്, അപ്പോൾ നിങ്ങൾ പിന്നെ ഒന്ന് കേട്ടു നോക്കോ, അപ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഈ ടൈമിൽ വരും. അയാളോട് പറഞ്ഞിട്ട് ഇത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് നോക്കാം, ഇതിൻ്റെ അടുത്ത പടം ഉണ്ട് മറ്റേ പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത പടം ഈ ത്രെഡ് ഇയാൾ വേറൊരു ഇയാൾക്ക് വിശ്വസ്ത ഉള്ള ഒരു വേറെ എഴുത്തുകാരനോട് കൊടുത്തുകാണ്ട് ഇതാണ് സംഭവം എഴുതി കൂടെ പറഞ്ഞാൽ അത് വേറെ കഥയായി. പക്ഷെ സെയിം മൂലകഥ അതാണ്, അത് അങ്ങനെ ചെയ്യും. അപ്പം അത് നമ്മളെടുത്ത് അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കണം, എന്നാലും രക്ഷയില്ല. കാരണം ചെറിയ മാറ്റങ്ങൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇതായിരിക്കണം, എങ്ങനെ 51% നമ്മളുടെ സീനുകളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് അവരുടെ കഥ എന്നുണ്ടെങ്കിൽ നമ്മൾ കോർട്ടിൽ പരാജയപ്പെടും. സി നമ്പറിൽ 51 അപ്പൊ ഓരോ സീനും ചെറിയ ചെറിയ മാറ്റം വന്ന ആ സീനേ അല്ലല്ലോ, ഡയലോഗ് മാറ്റം വന്ന സീൻ വേറെ ഉറപ്പല്ലേ ജയിക്കുന്നവര്. അപ്പൊ അത്രയും ഇതുള്ളവരോടെ പറയാൻ പറ്റുള്ളൂ നമ്മളൊരു ഐഡിയ ഉണ്ടെങ്കിൽ. ഈ ഇൻഡസ്ട്രിയില് ആരും എപ്പോഴും കക്കും. എല്ലാരും എന്താണ് നോക്കിക്കണ്ട്, എവിടെ സാധനം, എവിടെ പുതിയത്. അപ്പോൾ പുതിയ ഒരു സാധനമാണ് കിട്ടിയാൽ ഓരോ പേരിൽ നോക്കും. അല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കണ്ട് നമുക്കും അതിലൊരു ചാൻസ് തരണം. നിങ്ങൾ പറഞ്ഞതാണല്ലോ, നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള ഇത്. പക്ഷെ എല്ലാവരും നല്ല പറഞ്ഞ് കുറച്ച് അങ്ങനത്തെ ഒരു ടീമുണ്ട്. എല്ലാ മേഖലയിലും എല്ലാ ടീംസും ഉണ്ടാവും. അതിൽ ഇങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ട്. ഇപ്പോൾ ഇതേപോലെ മറ്റേ കാസ്റ്റിംഗ് മറ്റേത് വേറെ യൂട്ടിലൈസ് ചെയ്യേണ്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫിലിമിലൊക്കെ കാസ്റ്റിംഗ് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ പൈസ, പിന്നെ ബോയ്സ് ആണെങ്കിൽ പൈസന്റെ രീതിയിൽ വെറുതെ ഒരു ഓഡീഷനൊക്കെ വെക്കുക. എറണാകുളത്തൊരു ഹോട്ടലില് ഒരു പിന്നെ 2-3 ദിവസം അങ്ങനെ നടക്കുന്നുണ്ട്. അതായത് വെറുതെ ഒരു പോസ്റ്റർ ഇറക്കുക, ഇന്ന പടത്തിന് ഇത്
ചിലപ്പോൾ പിന്നെ നല്ല നടന്മാരെ പേരൊക്കെ യൂസ് ചെയ്യും. ടൊവിനോ നായകനാകുന്ന ഇന്ന പടത്തിലേക്ക് ഇവരെ ഇതാക്കുന്നു മറ്റേ പറഞ്ഞുകാണ്ട്, എന്നിട്ട് ഇന്ന ഇതിൽ കോൺടാക്ട് ചെയ്യുക പറഞ്ഞുകാണ്ട് ഒരു പോസ്റ്ററൊക്കെ ഇറക്കും. കോൺടാക്ട് ചെയ്യുമ്പോൾ പറയും ഓക്കെ നാളെ അല്ല മറ്റന്നാളെ എറണാകുളം ഇന്ന ഹോട്ടലിൽ വെച്ചാണ് ഇതാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് 1500 രൂപ അടക്കണം. എല്ലാവരും അടക്കും. അവിടെ വരും. എന്നിട്ട് വെറുതെ കുറച്ച് ആൾക്കാരുണ്ടാവും നോക്കിയാണ്ട് ഓക്കെ മറ്റേ ഞങ്ങൾ കുറച്ചും കൂടി ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിടും. ഓരോരുത്തരിൽ നിന്ന് 1500 ഇട്ടുണ്ട്. ഓലത് റെഡിയായി. സത്യം ഒരു 100 ആൾക്കാർ എന്തായാലും വരില്ലേ? അത് ഇത് പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരല്ല. ഇത് എന്തെങ്കിലും ഒരു അവിടെ വേണ്ടി ടച്ച് ചെയ്ത് കാണും, ശരീരം കാട്ടിക്കാണ്ട് ജീവിക്കണമല്ലോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ ഇത് ഇപ്പോൾ എന്താ നായികമാരാണെങ്കിൽ പുതുമുഖം അവരെ പണ്ടേ തൊട്ടിട്ട് കേൾക്കുന്ന സാധനമാണ് ഫിലിം ഇൻഡസ്ട്രിയിലെ. ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് പണ്ട് മലയാള സിനിമ പറഞ്ഞാൽ കള്ള് പെണ്ണ് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പക്ഷേ കുറച്ച് ബാക്കിലാണെങ്കിൽ ഫുൾ അത് തന്നെയായിരുന്നു. ഒരു പാറ്റേൺ ഉണ്ടോ ഒരു പടത്തിന്. ഫസ്റ്റ് റൊമാൻറ്റിക് സോങ്, മറ്റേത് പിന്നെ ഇവിടെ ഇന്നൊരു ഫൈറ്റ്, പിന്നെ ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ഇങ്ങനൊരു സംഭവം, പിന്നെ അതേപോലെ 2 റേപ്പ്, മറ്റേത് ലാസ്റ്റ് ശുഭം ഒരു ഫൈറ്റ് കഴിഞ്ഞാണ്ട്. ഇതാണ് പാറ്റേൺ. അപ്പോൾ അതിൽ ഡയറക്റ്റ് ചെയ്യേണ്ടവരും എല്ലാവരും ഇതാണ് ഒരു ആഘോഷമാണ് അന്ന്. പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ കുറച്ചും കൂടിയും സീരിയസ് ആണ്, കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആണ്. കുറച്ച് കുറച്ച് ആൾക്കാരൊന്നല്ലോ ഇപ്പോൾ ഈ പുതിയ ഡയറക്ടേഴ്സ്, ഈ ആഷിഖ് അബു, ദിലീഷ് പോത്തൻ, അവരൊക്കെ സീരിയസ് ആയിട്ടാണ് പടം കാണുന്നത് തന്നെ. അതായത് പ്രൊഫഷണലി എടുക്കുന്നത്. പ്രൊഫഷണലാണ്. അതായത് പെണ്ണ് പിടിക്കണമെങ്കിൽ ഓൾക്ക് എടുക്കും പോവാ, എടുക്കും പോവാ. പക്ഷെ ഈ അതിനായിട്ട് പടം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പടമായിട്ട് എടുക്കേണ്ടവര് അതിന് എഫേർട്ട് ചെയ്യുക. അതിന്റെ അടിയിൽ ഈ സംഭവം ഒന്നും ഇല്ല. അങ്ങനെ നമുക്ക് സംസാരിക്കാം. കാണൂരല്ലോ ലൈറ്റ് ഇല്ല, പ്രശ്നമില്ല. നമുക്ക് ഇരുട്ടത്ത് നിൽക്കുന്ന അപ്പൊ പറഞ്ഞ ഇപ്പൊ കുറച്ച് നല്ല ഇപ്പൊ കുറച്ച് മലയാള പടം കുറച്ച് സീരിയസാ. പിന്നെ എന്താ പറയാ, ഇപ്പോ കറണ്ട് വരുമ്പോ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ എന്നാലും ഓക്കെ അല്ലേ? എന്നാ അവിടെ സ്റ്റാൻഡ് ഉണ്ട് സോനു, അവിടെ ഫോണിലെ സ്റ്റാൻഡ് ഉണ്ട്, അതിൽ വെച്ചോ. മറ്റേ പിന്നെ അവിടെ അതിൽ വെച്ചോ. പിന്നെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ് ഇപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലാതെ ചിലപ്പോൾ പെരീന്നൊക്കെ ചിലപ്പോ നെഗറ്റീവ് കാര്യം എന്തായിരിക്കും വല്ല നല്ല പണിക്കുമല്ലോ പോയിക്കൂടെ അങ്ങനെ, അല്ലെങ്കിൽ പറയും എന്താണപ്പ എന്റെ പണി, എന്താണപ്പ എന്റെ പണി, ഇത് ആരെങ്കിലും എനിക്ക് എന്താ പണി എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറഞ്ഞു. ഉമ്മക്ക് എങ്ങനെ ചോദിച്ചാ, അതായത് എനിക്ക് എൻ്റെ സൗണ്ട് എഞ്ചിനീയറിങ്, അതായത് ഇപ്പോൾ അടുത്ത വീട്ടിലത്തെ നബീസ്താത്ത ചോദിച്ചാല് നബീസ്താത്താക്ക് ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുക, എൻ്റെ പണി എന്താന്ന് ചോദിച്ചാല് ഇതെന്താണ് സംഭവം. പിന്നെ എന്നെ പോവുണ്ട്. പക്ഷെ വലിയൊരു വിചാരം ഇങ്ങനെ കുറേ നമ്മൾ സന്തോഷമുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു വരുമ്പോ ഒരു ഫീൽ ഉണ്ടാവില്ല. നിങ്ങളുടെ നീലാമ്പല് പറഞ്ഞിട്ടുള്ള പുതിയ ആൽബം അതിലെ ഷോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഫ്രെയിംസ്, ചില ഫ്രെയിംസ് ഒക്കെ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അവിടെയൊക്കെ പോയിട്ട് എഡിറ്റിംഗ് ഞാനായിരുന്നു. ഞാൻ മ്യൂസിക്കലായിട്ട് അതിലില്ല, ഇതിൽ വേറൊരു മേഖല ഞാൻ വർക്ക് ചെയ്തു. എഡിറ്റ് കളറിംഗ് ഒക്കെ ചെയ്ത്. അപ്പോ എല്ലാം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ പഠിക്കുമ്പോൾ ഒരു രസമല്ലേ? അതെ, അങ്ങനെ ചെയ്തു നോക്കുക പറ്റുന്നുണ്ട്. അതെ, ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. നിങ്ങളെ മലാങ്കകളും അങ്ങനത്തെ ഓരോ ട്രാക്കിലും ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. മലപ്പുറത്തുനിന്നാണ് അപ്പോൾ ഇത് വന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. മലപ്പുറത്ത് വരുന്നുണ്ട്. എന്താ മലപ്പുറത്ത് വൈ ദ ഹെൽ നോട്ട്? ഹെൽ മലപ്പുറത്തും വരാലോ. പിന്നെന്താ, മലപ്പുറത്തേക്ക് ഇനി നമ്മളെ തേടിയ ആൾക്കാർ ഇങ്ങോട്ട്. അതെ, അഹങ്കാരം പറയണ മാതിരിയാണോ അത്? വരട്ടെ, വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. കാരണം നമ്മള് ഇപ്പൊ എറണാകുളത്ത് പോയി സ്റ്റുഡിയോ ഇടേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഇങ്ങോട്ട് വരട്ടല്ലേ? അതന്നെയാണ് അതിൻ്റെ ഇത്.
നീ എന്തെങ്കിലും ഞാൻ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ സജീറ? അത് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാം, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ഈ ഒരു വേദിയില്? അല്ല, ഇന്ത്യയിലെ യൂത്തിനോട് എന്താ പറയാനുള്ളത്? ലാസ്റ്റത്തെ 2 ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിലെ യൂത്തിനോട് എന്താ എനിക്ക് പറയാനുള്ളത്? യൂത്തിനോട് പറയാനുള്ള പറഞ്ഞാല് പറ്റിയ പണി ചെയ്യുക, അതായത് ഇഷ്ടപ്പെട്ട പണി. അതൊരു പണിയായി തോന്നരുത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പൈസ ഒന്നും അത്ര ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല, പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. പക്ഷെ അതിന് പൈസയും കിട്ടുന്നുണ്ട് നമുക്ക്, നമ്മളെ കാര്യങ്ങൾ നടന്നുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു കമ്പനിയിൽ വേറൊരു റോബോട്ടിക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതിനെക്കാട്ടി നല്ലത് അതൊരു വേറെ ആർക്കും വേണ്ടി നമ്മൾ ചെയ്യണം. പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ ചെയ്യേണ്ട സ്റ്റുഡിയോയിൽ എന്നും വേറെ പാട്ടുകൾ, എന്നും പുതിയ സംഭവങ്ങൾ, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. പുതിയ ക്ലയൻസ്, പല സ്റ്റൈല്, മാപ്പിളപ്പാട്ട്, മറിച്ചത് അമ്പലപ്പാട്ട്, പള്ളിപ്പാട്ട്, ക്രിസ്മസിന് റാപ്പ്, എല്ലാം റൊമാൻറ്റിക്, മറ്റേത് നല്ല സ്റ്റാൻഡേർഡ് സംഭവങ്ങൾ, മറ്റേത് എല്ലാം ഫിലിം സോങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്നും വേറെ വർക്കുകളാണ്. എന്നും മടക്കൂല. അതായത് എന്നും വേറെ സംഘങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ചെയ്യണോ, അതിന് നമുക്ക് അത്യാവശ്യം കിട്ടണോ. അപ്പോൾ അതൊരു നിങ്ങളുടെ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ തോന്നിയത്, സാധാരണ ആർട്ടിസ്റ്റുകൾ കുടുങ്ങിപ്പോണൊരു സാധനമുണ്ട്. എന്താ? ആർട്ടിസ്റ്റുകൾക്ക് മോണിറ്റൈസ് ചെയ്യാനേ, അവർക്ക് അവരുടെ ആർട്ട് വിറ്റിട്ട് പൈസയാക്കാനേ സാധാരണ പറ്റാറില്ല. നമുക്കും പറ്റാറില്ല. എനിക്ക് അതായത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, അതായത് ഒരാൾ വന്നുകാണ്ട് പറയണ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണം, അപ്പോൾ നമ്മളാ പ്രൈസ് പറയും. അപ്പോൾ എന്നോട് പറയാൻ എന്താ അറിയോ, അടുത്ത് അല്ല മറ്റേ സ്റ്റുഡിയോയിൽ ഇത്ര പ്രൈസ് ഉള്ളല്ലോ. അപ്പോൾ ഞാൻ പറയും അല്ല അത് അങ്ങനെയല്ല, അവിടെ വേറെ ആളാണ്, ഇവിടെ ഇതാണ്, പിന്നെ ഇവിടുത്തെ ക്വാളിറ്റി വേറെയാണ്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പക്ഷെ പിന്നെ നടന്നില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് പറയും എന്നായിക്കോട്ടെ. അപ്പോൾ എനിക്കൊരു ബിസിനസ് സംബന്ധമായിട്ട് അങ്ങനെ അറിയില്ല. നമ്മൾ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. പിന്നെ എന്നാലും നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പൈസ വരുന്നുണ്ടല്ലോ. കുഴപ്പമില്ല. സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും സ്ട്രഗിൾ ചെയ്യുന്ന അവിടെയാണ്. സ്ട്രഗിളിങ് തന്നെയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഹാപ്പിയാണ് അത്ര. അത് നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്യുന്നതല്ല, നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ എന്താ ഫെയിലിയേഴ്സിനെ എങ്ങനെ കാണണ്ടേ? അത് പറയണമെങ്കിൽ പോസിറ്റീവായി കാണാം, അത്രേ ഉള്ളൂ. മുന്നോട്ട് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിന് പഠിക്കുക, പിന്നെ ഇതാക്കൂല, പിന്നെ ചെയ്യൂല, നേരെ മുന്നോട്ട് തന്നെ അതവിടെ വെക്കുക അല്ലേ? അതിനാലോചിച്ച് നിൽക്കാൻ സമയമില്ല. നമ്മള് പ്രസന്റിൽ ജീവിക്കുക. അതായത് നാളെ ഇന്ന കാര്യം ചെയ്യാണ്ടാവുന്നില്ല, മറ്റേത് ഇന്നലെ ഇങ്ങനെ നടന്നല്ലോ, അതില്ല, ഇപ്പൊ എന്താ എടുക്കണ്ടേ, ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ട് പോട്ടെ. അതെ. ഒരു പാട്ട് പാടുന്നോ? അതന്നെ, ഒരു പാട്ട് പാട് ലാസ്റ്റ്. എന്തായാലും പാട്ട് പാടിയിട്ട് നിർത്താം. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ. കരളിൽ തീയെരിയുന്നു, തലമണ്ട പുകയുന്നു, മുന്നോട്ട് പായുന്നെൻ്റെ റെയില് വണ്ടി, നേരെ മുന്നോട്ട് പായുന്നെൻ്റെ റെയില് വണ്ടി, ചങ്കിടിപ്പും മണിമേഘം പിന്നെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് 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 പായുന്നെൻ്റെ റെയില് വണ്ടി, മുന്നോട്ട് പായുന്നെൻ്റെ റെയില് വണ്ടി. മുന്നോട്ട് തന്നെ പായട്ടെ. Why the hell not? Why the hell not? On that note, അല്ലേ? That's a rap. ഒരു Why the hell not എന്ന് പറഞ്ഞേ. Why the hell not? Why the hell Why not? the hell not? That's a rap. Nice.